സഹോദരങ്ങളെ, ഖുർആൻ ശരിയായ രൂപത്തിൽ വായിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നാം തയ്യാറാകണം എന്ന് ആമുഖമായി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഖുർആനിൻ്റെ ആശയപരമായ വായനയാണ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാനിവിടെ വിശദീകരിച്ചത്. ഇന്ന് കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചു ഞാൻ. സത്യത്തിൽ അന്ന് ആദമിൽ നിന്ന് ഈസയിലേക്കുള്ള മനുഷ്യന്റെ പ്രയാണമാണ് ഖുർആൻ എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ അന്ന് ഇവിടുന്ന് എന്നോട് ഇറങ്ങിയപ്പോൾ ഒരാൾ ചോദിച്ചത് അസ്ഹാബുൽ കഹ്ഫിലെ കൽബുകൾ ആരാണ് എന്നുള്ളതാണ്. അത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഇന്നെൻ്റെ വിഷയം തുടങ്ങാം. പല ആളുകളും അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വാർത്താമാധ്യമങ്ങളിലോ മീഡിയകളിലോ ഒന്നും പങ്കെടുക്കാത്ത, അതിലിടപെടാത്ത ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കാം. അത് അസ്ഹാബുൽ കഹ്ഫിലുള്ളത് ഇബ്രാഹിം ആവുന്ന ഖൽബുൻ സലീമും, ഇബ്രാഹിമും ഖൽബുൻ സലീമാണ് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. മൂസ മനുഷ്യന്റെ ചിന്തയാണ്, യൂസുഫ് ആകട്ടെ മനുഷ്യന്റെ നഫ്സുമാണ്. ഈ 3 അടിസ്ഥാന ഘടകങ്ങൾ ഒരു മനുഷ്യനിൽ അറിവ്, ജ്ഞാനത്തിന്റെ അക്കാഡമിക് തലത്തിൽ ഈ 3 ഘടകങ്ങളും ഒരുമിച്ച് നിന്നെങ്കിലേ അവന് വിജ്ഞാനത്തിന്റെ അറിവിന്റെ വൈജ്ഞാനിക രംഗത്തുള്ള കഹ്ഫിലേക്ക് അവന് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഈ 3 ആളുകളാണ് ആ ഫിത്തിയത്ത് എന്നുള്ളത് ഖുർആൻ കൊണ്ട് പറഞ്ഞത്. അതാണ് ഇന്നഹും ഫിത്തിയത്തുൻ ആമനൂ ബി റബ്ബിഹിം വസിദ്നാഹും ഹുദാ. അപ്പോൾ ആ കഹ്ഫിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് ജ്ഞാനം, സന്മാർഗം വർദ്ധിക്കുന്നുണ്ട്, മാർഗദർശനം വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ മാർഗദർശനം വർദ്ധിക്കുന്ന ഒരു കഹ്ഫ് എന്ന് പറയുന്നത് വൈജ്ഞാനികമായ അക്കാഡമിക് തലത്തിലുള്ള ഒരു പഠനത്തിന് വേണ്ടിയുള്ള ഒഴിഞ്ഞിരിക്കലാണത്. ആ 3 ആളുകൾ ഫിത്തിയത്ത് എന്ന് പറഞ്ഞത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അത് മനുഷ്യന്റെ ചിന്തയെ സൂചിപ്പിക്കുന്ന മൂസയും, ഖൽബുൻ സലീമിനെ സൂചിപ്പിക്കുന്ന ഇബ്രാഹിമും, ഒമാ ഉപരിഉ ബിനഫ്സി എന്ന് പറയുന്ന നഫ്സിന്റെ വിശദീകരണങ്ങൾ മുഴുവൻ അവതരിപ്പിക്കുന്ന യൂസുഫുമാണ് അത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അവരുടെ കൂടെയുള്ള നായ് എന്ന് പറയുന്നത് സത്യത്തിലേക്ക് അവരെ പോകാനയക്കാതെ അവരെ തടഞ്ഞു നിർത്തുന്ന മനുഷ്യന്റെ മനസ്സിലുള്ള തടസ്സങ്ങളാണ് ആ കൽബ്. സത്യത്തിലേക്ക് പോകാനയക്കാതെ വാതിലിക്കൽ കാലും നീട്ടി കടക്കുകയാണ് ആ നായ. മനുഷ്യന്റെ ചിന്തയുടെ, അവന്റെ കൽബിന്റെ വാതിലിക്കൽ, അവന്റെ നഫ്സിന്റെ വാതിലിക്കൽ. വഅൽഫയ സയ്യിദഹ ലദൽ ബാബി എന്ന് പറഞ്ഞല്ലോ. യൂസുഫ് തന്റെ ബാബിന്റെ അടുക്കൽ ആ കൽബിന്റെ, ആ നഫ്സിന്റെ സയ്യിദിനെ കണ്ടു. ആ നഫ്സിന്റെ സയ്യിദ് എന്ന് പറയുന്നത് അഹങ്കാരവും ഇസ്സത്തുമാണ്. ഇസ്സത്താണത്. ആ ഇസ്സത്താണ് ഒരു മനുഷ്യന്റെ നഫ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത്, നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സാദാ എന്ന് പറഞ്ഞാൽ നയിക്കുക എന്നാണ്. അപ്പോൾ ആ വാതിലിക്കൽ കണ്ടത്, ആ വാതിലിക്കൽ കൽബുഹും ദിറാഇഹി ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീത്. അത് മുന്നോട്ട് പോകാനയക്കാതെ, ജ്ഞാനത്തിലേക്ക്, അറിവിലേക്ക്, സത്യത്തിലേക്ക് പോകാനയക്കാതെ മനുഷ്യനെ തടഞ്ഞു നിൽക്കുന്ന വാതിലിക്കൽ കാലും നീട്ടിക്കിടക്കുന്ന കൽബുകൾ ഇവർക്കൊക്കെയുണ്ട്. മൂസയ്ക്ക് ഫിർഔനാണ് കൽബ്. മൂസയെ തടഞ്ഞു നിർത്തുന്ന കൽബ് ഫിർഔനാണ്. അതായത് സത്യത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുക. ഇസ്സത്തും കിബ്റുമാണ് ഫിർഔൻ എന്ന് നമ്മൾ പറഞ്ഞു. ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള ഇസ്സത്ത്, ഞാനാണ് അസീസ് എന്ന, അഖദത്തുഹുൽ ഇസ്സത്തു ബിൽ ഇസ്മി എന്ന് സൂറത്ത് അൽ ബഖറയിൽ പറഞ്ഞ കുറ്റകരമായ ഇസ്സത്ത്, അള്ളാഹുവിന്റെ വിശേഷണം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന ഈ ഭാവം, അതാണ് ഫിർഔനിന്റെ ഒരു ഗുണം. 2ാമത്തെ ഗുണം അവന്റെ തകബ്ബുറാണ്, കിബ്റാണ്. ഈ 2 ഗുണങ്ങൾ ആണ് മൂസയെ തടഞ്ഞു നിർത്തുന്നത് മുന്നോട്ടുള്ള പോക്കിന്. അതാണ് മൂസയുടെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന കൽബ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഇബ്രാഹിമിന്റെ മുമ്പിൽ തന്റെ മുന്നിലുള്ള, തന്റെ മനസ്സിലുള്ള അറിവുകളാണ്
സർവാധിപത്യവും സർവസത്യവും അതാണെന്ന് ധരിച്ചു വച്ചിരുന്ന ആസറാണ്, ആ വിഗ്രഹങ്ങൾ പണിയുന്ന ആസറാണ് ഇബ്രാഹിമിന്റെ മുമ്പിൽ കൽബായിട്ട് നിൽക്കുന്നത്. ആ വിഗ്രഹങ്ങളെ തച്ചുടച്ചിട്ടാണ് അള്ളാഹുവിന്റെ ജ്ഞാനത്തിലേക്ക്, അള്ളാഹുവിന്റെ അറിവിലേക്ക് ഇബ്രാഹിം യാത്രയാവുന്നത്. അതാണ് ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി എന്ന് പറയുന്നത്. തന്റെ അറിവുകൾ, അത് ഇന്നലേറ്റ ഒരാൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇബ്രാഹിം റബ്ബിനെ എങ്ങനെയാണ് ജീവിപ്പിക്കുക എന്ന് കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടപ്പോ ജബലിൽ കൊണ്ടുപോയി തൊയറിനെ വെക്കാനാ പറഞ്ഞു. മൂസയും ആവശ്യപ്പെട്ടത് റബ്ബി അരിനി അൻമുറു ഇലൈക്ക എന്നാണ്. എനിക്ക് നിന്നെ ഒന്ന് ദർശിക്കണം, അതുകൊണ്ട് നിന്നെ എനിക്കൊന്ന് കാണിച്ചു കൊണ്ടായെന്ന് പറഞ്ഞപ്പോ മൂസയോടും പറഞ്ഞത് നീ ജബലിലേക്ക് നോക്കിക്കോണം. രണ്ടുപേരോടും ആവശ്യപ്പെട്ടത് ജബലാണ് എന്ന് പറഞ്ഞാൽ അജ്ഞതയുടെ, അറിവില്ലായ്മയുടെ, പൈതൃകമായി കിട്ടിയ അവിശ്വാസങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഈ ജബല് തട്ടി നീക്കി അതിനെ പൊടിയാക്കിയ ശേഷമേ അള്ളാഹുവിന്റെ ദർശനത്തെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നാണ് ആ പറഞ്ഞത്. കുറച്ച് താത്വികമായിട്ടാണ്, കുറച്ച് നിങ്ങൾ ആഴത്തിലിരുന്ന് ചിന്തിക്കണം, എന്നാലേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതാണ് ഖുർആനിൽ ജബല് വല്ലാതെ പറയുന്നത്. ആ ജബലിൽക്കാണ് ഈ ഖുർആൻ ഇറക്കിയതെങ്കിൽ ആ ജബല് ഹാഷിയം മുതസദ്ദിയാവെന്ന് പറഞ്ഞത് അതാണ്. അന്ധവിശ്വാസങ്ങളുടെയും അജ്ഞതകളുടെയും അറിവില്ലായ്മകളുടെയും എത്ര വലിയ മലകളായാലും ശരി, ജ്ഞാനത്തിന്റെ, അറിവിന്റെ, സത്യത്തിന്റെ, യാഥാർത്ഥ്യങ്ങളുടെ ഈ ഖുർആൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ധൂളിയായി പോകും. യുൻസിഫുഹ നെസ്ഫ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ദുഃഖത്തിൽ അർളു ദക്ക, അതൊക്കെ പൊടി പൊടിയായി മാറും. ഈ ജബലൊക്കെ ദക്ക, അതാണ് ആ ജബല് ദക്കയായി എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ യാഥാർത്ഥ്യങ്ങൾ വെളിച്ചത്ത് വന്നപ്പോൾ ഇവര് പറയുന്ന അള്ളാഹ് മലയുടെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ്. അള്ള പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞ ദൈവിക യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള അസത്യങ്ങളുടെയും അജ്ഞതകളുടെയും അയാഥാർത്ഥ്യങ്ങളുടെയും മലകൾ പൊടിഞ്ഞു പോവുകയാണ്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ, സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ. അപ്പോൾ ആ മലകളാണ് പൊടിഞ്ഞത്. ആ അജ്ഞതയുടെയും അയാഥാർത്ഥ്യങ്ങളുടെയും വിഗ്രഹങ്ങളായി നിൽക്കുന്ന ആസറാണ് ഇബ്രാഹിമിന്റെ മുമ്പിൽ നിൽക്കുന്ന കൽബ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. യൂസുഫിന്റെ മുമ്പിലുള്ള കൽബ് ഇമ്രാത്തുൽ അസീസാണ്, ഇസ്സത്തിന്റെ ഇമ്രാത്താണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനാണ് ആ വലിയവൻ എന്ന ആ അഹദത്തുൽ ഇസ്സത്തു ബിൽ ഇസ്മി, അതാണ് എന്ത് യൂസുഫിന്റെ മുമ്പിലുള്ള തടസ്സമായി നിൽക്കുന്ന, അറിവ് തേടിക്കൊണ്ടുപോകാൻ, അള്ളാഹുവിന്റെ യാഥാർത്ഥ്യങ്ങളെ തേടിക്കൊണ്ടുപോകാൻ തടസ്സമായി നിൽക്കുന്നത്. ഇതാണ് ഈ മൂന്നെണ്ണാണ്. അപ്പോ ഈ കഹ്ഫ് അക്കാഡമിക്കിന്റെ വൈജ്ഞാനിക രംഗത്തുള്ള ആ ഗുഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് തടസ്സമായി നിൽക്കുന്ന, അവർക്ക് ഹുദ കണ്ടെത്താനുള്ള തടസ്സമായി, വിഘാതമായി നിൽക്കുന്ന ഈ കൽബുകൾ ഇതാണ് എന്നാണ് സൂചിപ്പിച്ചത്. പിന്നെ അതിന്റെ എണ്ണത്തെക്കുറിച്ചുള്ള തർക്കമൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. എണ്ണമല്ല, ഇദ്ദത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണതയിലേക്കുള്ള പോക്കാണ്. ഇദ്ദത്ത് എന്ന് പറഞ്ഞാൽ എണ്ണല്ല, ഇസ്തിഅദാദാണ്. അതിന്റെ പൂർണ്ണമായി കാര്യങ്ങളെ തയ്യാറാക്കലാണ്. അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്നാണ്. വമാ യഅലമു ഇദ്ദത്തഹും ഇല്ലല്ലാഹ്, അള്ളാഹ്ക്കല്ലാതെ അതിന്റെ അറിവ്, അതിന്റെ ഇദ്ദത്ത്, അതിന്റെ പൂർണ്ണത എവിടെയാണ് എന്ന് അറിയില്ല എന്നാണ്. എണ്ണമല്ല. അത് പിന്നെ സൂക്ഷ്മമായി പിന്നീട് ഒരു ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കും. ബാക്കിയുള്ളതൊക്കെ അവരുടെ റജ്മം ബിൽ വൈബാണ്. വൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് അജ്ഞാതമായ അറിവുകൾ, മറ്റതല്ല. ഇപ്പൊ നമ്മൾ പറയണം മറഞ്ഞ കാര്യങ്ങളല്ല. വൈബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അജ്ഞാതമായ അറിവുകൾക്കാണ് വൈബ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്കത് വ്യക്തമായി ബോധ്യപ്പെട്ട് ലാഹിറായിട്ടില്ല. നിങ്ങൾക്ക് അതിലേക്കുള്ള വെറും ഊഹിച്ചുകൊണ്ടുള്ള, സങ്കല്പിച്ചുകൊണ്ടുള്ള മാത്രമാണത്. അതിന്റെ സമ്പൂർണമായ അതിന്റെ ഇസ്തിഅദാദും തയ്യാറെടുപ്പും പൂർണ്ണതയും അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നാണ് വമാ യഅലമു ഇദ്ദത്തഹും എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ റജ്മം ബിൽ ഗൈബ് മാത്രമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അതാണ് അന്ന് ഒരാൾ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഞാൻ ഓതിവെച്ച ആയത്ത് വിശദീകരിക്കും. കൂടുതൽ ആഴങ്ങളിലേക്ക് ഖുർആനിക പഠനം നമ്മൾ പോകേണ്ടതുണ്ട്.
എങ്കിലേ ഈ കാര്യങ്ങൾ ഇത് എന്തുകൊണ്ട് ഇത്ര സങ്കീർണമായി എന്ന് തോന്നും. പക്ഷെ നമ്മൾ വഴി തിരിഞ്ഞു പോയതാണ് സങ്കീർണമാകാൻ കാരണം. ശരിയായ റൂട്ടിലൂടെയാണെങ്കിൽ ഇത്ര പ്രയാസമൊന്നുമില്ലത്, വളരെ ലളിതമാണ്. ഖുർആനിലെ അത്ര ലളിതമായിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ പിന്നെ ഇത്ര സങ്കീർണമാകുന്നത് എന്തുകൊണ്ട് എന്ന് ചില ആളുകൾ എന്നോട് ചോദിച്ചു. സങ്കീർണമാകുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ചരിത്രങ്ങളുടെയും ചരിത്ര പുരുഷന്മാരുടെയും ചരിത്ര സ്ഥലങ്ങളിലേക്കുമൊക്കെ ഈ ഖുർആനിനെ കൊണ്ടുപോയി. അതാണ് പ്രശ്നം. ഒന്ന് പറ്റിയത്, ഖുർആൻ നമ്മളിൽ വായിക്കാൻ ശ്രമിച്ചില്ല. ഖുർആൻ നമ്മളിൽ വായിച്ചില്ല. ഖുർആൻ നമ്മൾ നാട്ടുകാരിലാണ് വായിച്ചത്, മറ്റുള്ളവരിലാണ് ഖുർആൻ വായിച്ചത്. നമ്മിൽ തന്നെ ഈ ഖുർആനിലെ വചനങ്ങൾ കാണാൻ നമ്മൾ ശ്രമിക്കാത്തതാണ് ഖുർആൻ മനസ്സിലാക്കാതിരിക്കാനുള്ള ഒരു കാരണം. പല കാരണങ്ങളുണ്ട്, അത് പിന്നീട് ഞാൻ വഴിക്ക് വിശദീകരിക്കും. അലിഫ് ലാം റാ, ഇത്തരം കേവലാക്ഷരങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. പിന്നെ അതിൻ്റെ ആഴത്തിലുള്ള അറിവുകളും പഠനങ്ങളൊക്കെ വേറെ ഉണ്ട്. ശരിക്കും 28 അക്ഷരങ്ങളിൽ 14 അക്ഷരങ്ങളാണ് ഇത്തരം സ്ഥലങ്ങളിൽ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. 28 അക്ഷരമാണ് അറബിയിലുള്ളത്. അതിൽ 14 അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അള്ളാഹു ഖുർആനിൽ ഇത്തരം അധ്യായങ്ങളുടെ തുടക്കത്തിൽ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനുശേഷം പറയുന്നതൊക്കെ ഖുർആനെ കുറിച്ചാണ്. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് നിങ്ങളോട് വർഷങ്ങൾക്ക് മുമ്പ്. ഈ കേവലാക്ഷരങ്ങൾക്ക് ശേഷമൊക്കെ പിന്നീട് പറയുന്നത് ഖുർആനെ കുറിച്ചാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, അലിഫ് ലാം റാ കിതാബുൻ വഹിക്മത്ത് ആയാത്തുഹു സുമ്മ ഫുസ്സിലത്ത് യാസീൻ വൽ ഖുർആനിൽ ഹക്കീം. ഇങ്ങനത്തെ കേവലാക്ഷരങ്ങൾക്ക് ശേഷം പറഞ്ഞതൊക്കെ ഭൂരിപക്ഷവും ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ കിതാബിനെ കുറിച്ചാണ് പറയണം. എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങൾ അറിവിൻ്റെ അക്ഷരങ്ങളാണ്, നൂറിൻ്റെ അക്ഷരങ്ങളാണ്. അറിവിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ നൂറിൻ്റെ അക്ഷരങ്ങളാണ്, വെളിച്ചത്തിൻ്റെ അക്ഷരങ്ങളാണ് ഇതൊക്കെ. അത് നിങ്ങൾ ഈ അക്ഷരങ്ങളെ കൊണ്ടുണ്ടാകുന്ന പദങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. അത് കുറച്ച് ആഴത്തിൽ പോയി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ അതിൽ വല്ലാതെ മല്ലികെട്ടണ്ട. ബാക്കിയുള്ള 14 അക്ഷരങ്ങൾ ഇരുട്ടിന്റെ അക്ഷരങ്ങളാണ്, ലുൽമത്തിന്റെ അക്ഷരങ്ങളാണ്. അത് ആ അക്ഷരങ്ങൾ കോർത്തുണ്ടാക്കിയ ഖുർആനിലെ പദങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ആ വിഷയവുമായി അലിഫ് ലാം റാ എന്ന വിഷയവുമായി എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു സൂചന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ 2 അക്ഷരം തന്നെ വിശദീകരിച്ചിട്ട് ഈ ഖുതുബ അവസാനിപ്പിക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടും. കാരണം ഭാഷാ ക്ലാസ് കേൾക്കാൻ വന്നതല്ല ഞങ്ങളെന്ന് പറയുന്നത്. അപ്പൊ അതാണ്, അത് ആഴത്തിലുള്ള ഒരു പഠനം നടത്തേണ്ട, അങ്ങനെ ആ തലത്തിൽ ഇരിക്കുന്ന ആളുകളോട് സംസാരിക്കേണ്ട വിഷയമാണത്. ചുരുക്കി നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. 14 അക്ഷരങ്ങൾ നൂറിൻ്റെ അക്ഷരങ്ങളും മറ്റു 14 അക്ഷരങ്ങൾ എടുത്ത് ഈ അധ്യായങ്ങളുടെ തുടക്കത്തിൽ പറയാത്ത 14 അക്ഷരങ്ങൾ ലുൽമത്തി ഇരുട്ടിൻ്റെ അക്ഷരങ്ങളുമാണ് എന്ന ഈ ഒരു പോയിന്റ് മാത്രം ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. ബാക്കി വഴിയെ പഠിക്കാം. കിതാബുൻ അൻസൽനാഹു, ഇതിൽ അങ്ങനെയൊക്കെ ഒരു പരിപാടി വെച്ചിട്ടുണ്ട് അല്ലാഹു. ഈ ഖുർആൻ വളരെ സൂക്ഷ്മമായിട്ടാണ് ഓരോ പദങ്ങളും വെച്ചിട്ടുള്ളത്. ആ ഭാഗത്തേക്ക് പോയാൽ പിന്നെ അങ്ങോട്ട് പോകുക. അതാണ് ഞാൻ അവിടുന്ന് വേഗം അങ്ങോട്ട് രക്ഷപ്പെടുന്നത്. ഇപ്പൊ ചില ആളുകളൊക്കെ ഇതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, ഖുർആനിൽ അക്ഷരത്തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. റഹ്മത്ത് എന്ന് എഴുതുകയാണെങ്കിൽ ബാത്താവിട്ടിട്ടും ഹാത്താവിട്ടിട്ടും എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ പറയാം താവുൽ മബ്സൂത്ത താവുൽ മർബൂത്ത എന്നാ പറയാം. അറബിയിൽ പറയാം താവുൽ മബ്സൂത്ത എന്ന് പറഞ്ഞാൽ പരന്നതാ. റഹ്മത്ത് എന്നുള്ളത് അവസാനത്തെ ബാത്തായിട്ടിട്ടും എഴുതും ഹാത്തായിട്ടിട്ടും എഴുതും. നിങ്ങൾ ഖുർആനിൽ വായിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയത്. ഇപ്പൊ ബഖിയ്യത്ത് എന്ന് എഴുതുമ്പോൾ ഹാത്തായിട്ടിട്ടും എഴുതാൻ, ഹാത്ത എന്ന് പറഞ്ഞാൽ താവുൽ മർബൂത്ത എന്നതിന് പറയാം. പിന്നെ താവുൽ മബ്സൂത്ത എന്ന് പറഞ്ഞാൽ പരന്നതും.
ഇങ്ങനെ ഒരുപാട്, ഇങ്ങനെ ഒരു ഉദാഹരണം പറയാം, 2 ഉദാഹരണം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ഖുർആനിലുണ്ട്. അപ്പൊ എന്താ അല്ലാഹു ഇങ്ങനെ എഴുതിയതെന്നാണ് ഞാൻ മുമ്പൊക്കെ മനസ്സിലാക്കിയത്. ഇത് എഴുത്തിൽ വന്ന പിഴവായിരിക്കാം, ചിലപ്പോ പിഴച്ചു പോയതായിരിക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സത്യത്തിൽ അതല്ല, അതിലൊക്കെ അർത്ഥങ്ങളുണ്ട്. അതിലുള്ള അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാല് ഇത് രണ്ടും വേണമെങ്കിൽ മാത്രം ഒന്ന് വെറുതെ സൂചിപ്പിക്കാമെന്ന് മാത്രം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആദമിൽ നിന്ന് ഈസയിലേക്കുള്ള മനുഷ്യന്റെ പ്രയാണമാണ് ഖുർആൻ എന്ന് സൂചിപ്പിക്കേണ്ടത്. ഏകദേശം മൂസയും ഈസയും ഒക്കെ ആകുമ്പോഴത്താണ് ഒരു ഇൻസാനുൽ കാമിലിലേക്ക്, ഈസയിലെത്തുമ്പോഴാണ് മനുഷ്യനാവുന്നത്, പൂർണ്ണനായ മനുഷ്യനാകുന്നത്, അറിവിന്റെ പൂർണ്ണത. അപ്പൊ അത്തരം ആളുകൾ സംസാരിക്കുന്ന വചനങ്ങൾ വരുമ്പോൾ ബഖിയത്ത് റഹ്മത്ത് എന്നാ പറയാം. ഹാത്തായിട്ട് താവുൽ മർബൂത്ത, കൂട്ടി, കാരുണ്യം അവിടെ സമ്പൂർണമായി കൂട്ടിവെച്ചു, അത് റബ്ബത്ത് ചെയ്തു. മറ്റത് ഇപ്പോഴും ഇസ്തിമറാറാണ്, ഇപ്പോഴും അതിലേക്ക് കാരുണ്യം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ബാത്താവ്, തുറന്നു വെച്ചിരിക്കുകയാണത്. അത് അത്തരം സന്ദർഭങ്ങളിൽ, അത് പറയുന്ന സന്ദർഭത്തിൽ ആ വാക്ക് എവിടെയാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കിയിട്ടാണ് ആ റഹ്മത്തും ബഖിയത്തും ഒക്കെ താവുൽ മർബൂത്തിട്ടിട്ടാണോ താവുൽ മബ്സൂത്തിട്ടിട്ടാണോ എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ മൂസ പറയുന്ന ബഖിയത്ത് പറയുന്നതൊക്കെ കൂട്ടിയിട്ടാണ്. കാരണം മൂസ അറിവിന്റെ കാമിലേക്ക് പോവുകയാണ്, അറിവിന്റെ പൂർണ്ണതയിലേക്ക് പോവുകയാണ് മൂസ. അതാണ് ഉലു ബഖിയത്തിന് എന്ന് മൂസ പറയുമ്പോൾ അവിടെ സമ്പൂർണമായി. അതിന് മുമ്പ് വന്ന ആളുകളൊക്കെ ബഖിയത്ത് അവരെ സൂചിപ്പിച്ച് പറയുമ്പോൾ തുറന്നിട്ടാണ്, ഇപ്പോഴും അതിലേക്ക് അറിവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇത് ഞാനൊരു സൂചന നൽകുന്നുള്ളൂ. ഇങ്ങനെ പല ഭാഷാപരമായ അത്ഭുതങ്ങളും ഖുർആൻ അതിൽ സങ്കീർണമാക്കി വെച്ച്, അതിൽ വിശദീകരിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് അറിവിന്റെ പൂർണ്ണതക്കാണത്, അല്ലാതെ ഖുർആനിന്റെ തെറ്റല്ല അത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ സൂചിപ്പിച്ചല്ലോ, ഇബ്രാഹിം പറയുമ്പോ ഇന്നി ദാഹിബുൻ ഇലാ റബ്ബീന, എന്നാ മൂസ പറയുമ്പോ ഇന്ന മഈ റബ്ബി എന്നാണ്, എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട് എന്നാണ്. മറ്റത് ഇബ്രാഹിം റബ്ബിലേക്ക് പോവുകയാണ്. വ്യത്യാസം മനസ്സിലാക്കണം നിങ്ങൾ. അപ്പൊ ഒന്ന്, രണ്ടാളും പറയുമ്പോ റബ്ബിനെ കുറിച്ചുള്ള രണ്ടാളുടെയും കാഴ്ചപ്പാട് പറയണം നോക്കണം. അപ്പൊ ഇബ്രാഹിം അന്വേഷണത്തിലാണ്, റബ്ബിലേക്കുള്ള അന്വേഷിച്ചു പോവുകയാണ് ഇബ്രാഹിം. അതാണ് ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ എന്ന് പറയുന്നത്. എന്നാൽ അതേ വാക്കെന്നെ മൂസ പറയുമ്പോ ഇന്ന മഈ റബ്ബി, എന്റെ റബ്ബ് എന്റെ കൂടെ തന്നെയുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും എന്ന് ഇബ്രാഹിം മൂസ പറയണം. അപ്പൊ ഈ വ്യത്യാസങ്ങൾ, ഈ സമ്പൂർണതയിലേക്കുള്ള ഈ മാറ്റങ്ങൾ, അത് ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. ഇബ്രാഹിം ആവശ്യപ്പെടുന്നത് കൈഫ അരിനി റബ്ബി അരിനി കൈഫ തുഹിൽ മൗത്താന. പക്ഷെ ഈസ അത് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഈസ അത് ചെയ്യുന്നുണ്ട്. പക്ഷികളോട് എങ്ങനെ പെരുമാറണമെന്ന് ഇബ്രാഹിം അന്വേഷിക്കുന്നേ ഉള്ളൂ. പക്ഷെ ആ പക്ഷികളെ, അറിവിന്റെ പക്ഷികളെ പറത്തുന്നുണ്ട് ആര്? ഈസ. ഈസക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, മറ്റുള്ളവർക്കൊന്നുമില്ലാത്ത ഗുണങ്ങൾ ഈസക്കുണ്ട്. ഈസ ഖാലിക്കാണ് ഈസ, ബാരിയാണ് ഈസ, മുഹീൽ മൗത്തയാണ് ഈസ. ഇത് മൂന്നും അള്ളാഹുവിന്റെ ഗുണങ്ങളാണ്. വഹുവല്ലദീ യുഹീ വയുമീതു, അള്ളയാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും എന്ന് ഖുർആൻ പറഞ്ഞ ആ വിശേഷണം കിട്ടിയത് ആർക്കാണ്? ഈസക്കാണ്. അക്മഹിനെയും അബ്രസിനെയും ഞാൻ സുഖപ്പെടുത്തുമെന്ന് പറയുന്ന ഉബിരിഉ എന്ന് പറയുന്ന ബാരി എന്നുള്ള ഗുണം ആർക്കാണ്? അത് അള്ളാഹുവിന്റെ ഗുണമാണ്. അത് കിട്ടിയത് ഈസക്കാണ്. അപ്പൊ ഹൽക്ക്, ഇഹിയാ, ബാരി, അതാണല്ലോ വലം. എനിക്ക് യഹിയ എന്ന് പറയുന്ന ഈസക്കൊരു ഗുണമുണ്ട്, യഹിയ. അത് വേറെ ആളല്ല, ഈസയിൽ തന്നെയുള്ള ഗുണമാണ് യഹിയ. അതാണല്ലോ വലം തക്കുമിൻ കബലു സെമിയ എന്ന് പറഞ്ഞത്. മുമ്പ് അങ്ങനെ ഒരു ഗുണം ആർക്കും കൊടുത്തിട്ടില്ല.
ഇവര് പറയണ അങ്ങനെ ഒരു പേരാർക്കും ഇട്ടിട്ടില്ല, യഹിയാന്നൊരു പേരാർക്കും ഇല്ലാന്ന. യഹിയക്ക് ഈ പേര് അല്ല ഇടുന്നതിന്റെ മുമ്പ് അങ്ങനത്തെ ഒരു പേര് ലോകത്ത് ആർക്കും ഇട്ടിട്ടില്ല. യഹിയാന്ന് അള്ളാഹു ഒരു കുട്ടിക്ക് ആദ്യമായിട്ട് പേരിടാന്നാണ്. അല്ല, ഈ യഹിയ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഈ ഹയാത്ത് കൊടുക്കുന്ന, നിർജീവമായ മനുഷ്യരെ സജീവമാക്കാനുള്ള ഒരു ഗുണം ഇതിനു മുമ്പുള്ള ഒരു പ്രവാചകനും കൊടുത്തിട്ടില്ല എന്നാണത്. ഫലം തക്കും മിൻകബലു സമീയ. ഈ ഗുണം മറ്റാർക്കും കിട്ടിയിട്ടില്ല. ആർക്കാ കിട്ടിക്കണം? നിങ്ങൾ പറയും, ആർക്കാ കിട്ടിക്കണം? ഇബ്രാഹിമിന് കിട്ടിക്കണോ? ഇല്ല. നൂഹിന് കിട്ടിയിട്ടില്ല, മൂസക്ക് കിട്ടിയിട്ടില്ല. അപ്പോ റൂഹുൽ ഖുദ്സ് കൊണ്ട് ശക്തിപ്പെടുത്തപ്പെട്ട ബാരി, ഖാലിഖ്, മുഹീൽ, മൗത്ത, ഈ 3 ഗുണങ്ങളും ഈസക്കാണ്. പക്ഷെ അതിന്റെ ഇടയിലൊന്ന് ആഡ് ചെയ്യണമെന്ന് അർത്ഥം ബി ഇതിനി എന്നർത്ഥം. എന്റെ അനുവാദ പ്രകാരം, അള്ളാന്റെ അനുവാദ പ്രകാരം എന്നുള്ള ഒരു ഇതിനവിടെ ഉണ്ട്. നേരിട്ട് ചെയ്യല്ല എന്ന് മാത്രം. അള്ളാഹുവിന്റെ മദത് കിട്ടണം. അതാണ് യുംദിദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി, മലക്കുകളും റൂഹിന്റെയും മദത് കിട്ടിയാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രം. അപ്പൊ ഞാൻ പറയുന്നത് ഭാഷാപരമായിട്ട് അങ്ങനെ ഖുർആനിൽ തെറ്റില്ല എന്നുള്ള ഏറ്റവും വലിയ ഒരറിവ് നിങ്ങളെ സൂചിപ്പിക്കാനാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാൻ, പരിശോധിക്കാം. ഇല്ല എന്നുള്ളതാണ് ഇപ്പോ എനിക്ക് ഖുർആനിന്റെ ആഴത്തിലുള്ള അന്വേഷണങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് റഹ്മത്ത് റഹ്മത്ത് എന്ന് 2 എഴുതി, എന്തുകൊണ്ട് ബഖിയത്ത് ബഖിയത്ത് എന്ന് 2 രൂപത്തിൽ എഴുതി? ഇതിന് കാരണങ്ങളുണ്ട്. വിപരീതങ്ങൾ കൊണ്ടുവരെ ഖുർആനിലെ ആശയങ്ങൾ കിട്ടും. ഇപ്പൊ മൻഹജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗമാണ്. അതിനെ തിരിച്ചു വായിച്ച ജഹന്നം എന്നാ കിട്ടും. ജഹന്നമിൽക്കാണ് എത്തുക, അജ്ഞതയിൽക്കാണ് മനുഷ്യനെത്തുക. തിരിച്ചു വായിച്ചിട്ടൊരറിവുണ്ട് ഖുർആനിൽ. അത് ഞാൻ പറഞ്ഞില്ല, അത് അത്രയും ആ തലത്തില്, അക്കാഡമിക് തലത്തില് പഠിക്കുന്ന ആളുകളോടാണെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം. മറ്റതിപ്പോ നിങ്ങൾക്കത് ബോറാവും. ഇപ്പൊ ഈ ഈലാഫി ഖുറൈശിന്റെ അർത്ഥം കിട്ടാനുണ്ട്. ഈ ഖുറൈശികൾ ആരാണെന്നുള്ളത് അങ്ങനെ അന്വേഷിച്ചു. അപ്പൊ ഈ ഖുർഷ് എന്നുള്ളതിനെ തിരിച്ചു വായിച്ചാൽ കിട്ടുമെന്ന് വിചാരിച്ചു. ഖുർഷ് എന്നുള്ളതിനെ തിരിച്ചു വായിച്ചാൽ ഷർക്ക് എന്നാ കിട്ടുക. ഖറഷ എന്നുള്ളതിനൊന്നും നിങ്ങൾ തിരിച്ചിട്ട് വായിച്ചു നോക്കുകയാണ്, ഷറക്കാന്നാ കിട്ടുക. അപ്പൊ ഒരു സത്യത്തിന്റെ ഉദയം, ഒരു നൂറിന്റെ ഉദയം നടക്കുക എന്നുള്ളതാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് നൂറാണ്. ഉദയം നടക്കണ്ട, ഇപ്പൊ അവിടെ നൂറുണ്ട്. അപ്പൊ അതാണ് ഈ ഈലാഫി ഖുറൈശ്. അള്ളാഹുവിന്റെ നൂറിനെ ആളുകൾക്ക് ഈലാഫ്, അതിനോട് ഇണക്കവും അതിനോട് സൗമ്യതയും അതിനോട് അടുപ്പവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഖുറൈശികൾക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെ നിങ്ങൾ കുറെ പദങ്ങളുണ്ട്. ഇപ്പൊ ന്യായൽ, ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞത്, ന്യായല് തിരിച്ചു വായിച്ചാൽ ന്യായന് കിട്ടും. ന്യായല് എന്ന് പറഞ്ഞാൽ കാലിന്റെ അടിയിൽ ധരിക്കുന്ന ചെരുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ചെരുപ്പ് അത് ധരിച്ചു വെച്ചാൽ അവൻ അജ്ഞതയുടെ കിമ്മത്തിലെത്തും. അതാണ് ലയനത്തിലെത്തും എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ്. ഞാറിനെ തിരിച്ചു വായിച്ചാൽ എന്താ കിട്ടുക? റാനാന്നാ കിട്ടുക. ബൽ റാന അലാ ഖുലൂബിഹിം. ഒരാൾക്ക് ഞാറ് കിട്ടുക എന്ന് പറഞ്ഞാൽ വെളിച്ചം കിട്ടുക എന്നാണ്. ഒരാൾക്ക് 100 കിട്ടിയെന്ന് പറഞ്ഞാൽ അവന് ഹിദായത്ത് കിട്ടിയെന്നാണ്, അവന് സത്യം വ്യക്തമായി എന്നാണ്. പക്ഷേ ആ നാറ എന്നുള്ളതിനെ തിരിച്ചു വായിച്ചാലോ ബൽ റാന അലാ ഖുലൂബിഹിം, സത്യം അവരുടെ ഹൃദയത്തിൽ നിന്ന് മൂടപ്പെട്ടു എന്നാണ്. ഇത് വലിയൊരു അറിവാണ് കേട്ടോ. ഇത് ഞാൻ നിങ്ങൾ ഇത് പറയണം, ഇത് മാത്രം പറയാനാണ് എനിക്കൊരു 2 ദിവസം തരാം. ഖുർആനിലെ ഇങ്ങനെ തിരിച്ചിട്ട് വായിച്ചിട്ടില്ല പദങ്ങളുടെ അർത്ഥങ്ങളുടെ ഒരു വ്യാപ്തി എത്രമാത്രമാണ് എന്നുള്ളത്. ഭയങ്കര അറിവുകളാണത്, അതിവിശാലമായ അറിവാണ്. നീ അങ്ങോട്ട് പോരുമ്പോൾ കുറച്ച് ബസ്സിലിരുന്നിട്ട് തന്നെ കുറെ ഇങ്ങനെ ആലോചിച്ചിട്ട് എഴുതിയതുണ്ട് ഒരുപാട്. ഫസിയ, അസിഫ, മജന, നെജ്മ്, ലർബ്, ബറല്, നാറ്, റാന, കറ, റക്ക, ഇങ്ങനെ സിറ്, റസ, ഇങ്ങനെ ഖുർആനിൽ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് അർത്ഥമാണ് ഇതൊക്കെ.
നേരെ വിപരീതങ്ങളാണ്. അത് മാത്രം പിന്നെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പൊ കുറിച്ച് പറയാം. അപ്പോ ഖുർആൻ ശരിയായ അറിവല്ല, അല്ലെങ്കിൽ അതിൽ പിഴവുകളുണ്ട് എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് സൂചിപ്പിച്ചത്. ഒരിക്കലും ഖുർആനിൽ അങ്ങനെ അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതാണ് അലിഫ് ലാം റാ കിതാബുൻ ഉൻസില ഇലൈക ലിതുഖ്രിജൻ നാസ. ഇത് കിതാബാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ അറിവുകൾ നമുക്ക് നൽകുന്നത് എന്നാണ് അർത്ഥം. അല്ലാതെ ഇങ്ങനെ എഴുതി വെച്ച ഒരു പുസ്തകം എന്നുള്ള അർത്ഥത്തിനല്ല. അത് വേണമെങ്കിൽ മുസ്ഹഫായിട്ട് എടുത്തോളൂ. നമുക്ക് അറിവുകൾ എന്തൊക്കെ തരുന്നുണ്ടോ അത് നമ്മുടെ കിതാബാണ്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്തൊക്കെ അറിവ് നമുക്ക് കിട്ടുന്നുണ്ടോ അത് നമ്മുടെ കിതാബാണ്. അതാണ് കിതാബ്. ഓരോന്നിലും വ്യത്യാസമുണ്ട്. ഓരോന്നും വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ. മൂസയുടെയും യൂസുഫിന്റെയും ഇബ്രാഹിമിന്റെയും യാത്രയാണ് കഹ്ഫിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞല്ലോ. അതിന് ഞാനൊരു സൂചന നൽകി. തലാഖ് എന്നുള്ളത് അവിടെ നോക്കി 3 തലാഖാണ് അവിടെ നടത്തുന്നത്. അതിന് സൂറത്ത് കഹ്ഫ് ഓതിക്കണം. പണ്ട് നമ്മൾ പള്ളിയിൽ പോയിരുന്നപ്പോഴേറ്റ ഓതിയതാണല്ലേ, പിന്നെ ഓതിയിട്ടില്ല. അവിടെ നിന്ന് വെള്ളിയാഴ്ച നമ്മൾ ചെന്നാൽ കുറച്ചേരം സൂറത്ത് കഹ്ഫ് ഓതും. അതിൽ നിങ്ങൾ ഹത്തായിദ റക്കിബ, ഹത്തായിദ ഫന്തലക്ക, ഹത്തായിദ റക്കിബ, ഈ ഇന്തലക്ക എന്നുള്ളത് 3 വട്ടാണ്. 3 തലാക്കാണത്. ഫന്തലക്ക ഹത്തായിദ റക്കിബ, ഫന്തലക്ക ഹത്തായിദ അത്തയ, ഫന്തലക്ക ഹത്തായിദ അത്തയുണ്ട്, റക്കിബുണ്ട്, പിന്നെ ഒന്നുകൂടെ ഉണ്ട്. അത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഒന്ന് സ്വന്തം മനസ്സിന്റെ ഹവയെ, നഫ്സിനെ കൊല്ലലാണ്. അതാണ് ഗുലാമിനെ കൊല്ലൽ. അത് ഞാൻ സൂചിപ്പിക്കും. ഒരു തലാക്കായി ഉണ്ട്, ഒരു ഇന്ദിലാക്കായി. പിന്നെ അവൻ നടത്തുന്നത് അതാണ് തൻ്റെ നഫ്സിന്, അതാണ് ഗുലാമിനെ കൊല്ലൽ. തൻ്റെ നഫ്സ് ഏതൊരു കപ്പലിലാണോ യാത്ര ചെയ്യുന്നത് ആ കപ്പലിനെയും പൊളിക്കുകയാണ്. മനസ്സിന്റെ ഇച്ഛയുടെ കപ്പലിനെ പൊളിച്ച് മുന്നോട്ട് പോവുകയാണ്. 2 തലാക്കായി. 3ാമത്തെ തലാക്ക് ജിദാർ, ചുമരുകൾ. ഒരു വിജ്ഞാനത്തിന്റെ അറിവിന്റെ നിധി സൂക്ഷിച്ച ആ ചുമരുകളെ ഇന്നിപ്പോ ആരും ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അത് ഒരു സിദ്ദീഖ്, ആള് നമ്മളെ സുഹൃത്ത് തന്നെയാണ്. മൂപ്പര് പോസ്റ്റ് ഇട്ടിരിക്കണം. ആ മതിൽ പൊളിയാൻ നിൽക്കണം, മതിലിനെ നേരാക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലാണ് അറിവിന്റെ കെൻസുള്ളത്, നിധിയുള്ളത്. അതിനെ അഖാമ നേരെയാക്കണം. ഇതിനെ നേരാക്കലുള്ള ഇതാണ് 3 തലാക്കാണ് അതവിടെ നടക്കണം. ഈ 3 തലാക്ക് കഴിഞ്ഞാലേ അവന് റഹ്മത്തും അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുള്ളൂ. ഫഅഖ്റജഹുമാ കൻസഹുമാ റഹ്മത്തൻ മിൻ റബ്ബിക. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ റഹ്മത്ത് അവർക്ക് പുറത്തെടുത്തു കൊടുത്തു അള്ളാഹു. അത് അത് റഹ്മത്ത്, അള്ളാഹുവിന്റെ റഹ്മത്ത് ഖുർആനാണ്, അറിവാണ്. അപ്പൊ പടച്ചതമ്പുരാന്റെ റഹ്മത്ത് 3ാമത്തെ ഇന്തിലാക്ക് കഴിയുമ്പോഴാണ്, തലാക്ക് കഴിയുമ്പോഴാണ് അവർക്ക് കിട്ടുന്നത്. 3ാമത്തെ ഇന്തലിക്കൂ ഇന്തലക്കാവ് 2 പേരും, ഇന്തലക്കാവ് 2 പേരും, ഇന്തലക്ക എന്ന് സൂറത്ത് കഹ്ഫിൽ 3 വട്ടാണ് പറയുന്നത്. ഈ 3ാമത്തെ ഇന്തിലാക്ക് തൊലാക്ക് കഴിയുമ്പോഴാണ് അള്ളാഹുവിന്റെ റഹ്മത്താവുന്ന ഖുർആൻ അവർക്ക് കിട്ടുന്നത്. ഒന്ന് മനസ്സിന്റെ ഇച്ഛയെ കൊന്നുകളഞ്ഞു. തന്റെ മനസ്സിന്റെ ഹവ സഞ്ചരിക്കുന്ന കപ്പലേതോ അതിനെയും പൊളിച്ചു. പിന്നെ ഈ ലോകത്തിന് കാരുണ്യമായി സൂക്ഷിച്ചു വെക്കപ്പെട്ട തന്റെ മനസ്സിന്റെ ജ്ഞാനമേതോ ആ നിധി പുറത്തെടുത്തു കൊടുത്തു. ഇതാണ് 3 തലാക്ക്. അതാണ് വൈദാ ഖുരിയൽ ഖുർആനു ഫൻസിതു വസ്തമിഉ ലഹു ഫഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. റഹ്മത്ത് 3ാമത്തതാണ് കിട്ടുക. ഖുർആൻ വായിക്കപ്പെടുമ്പോൾ തൗറാത്തായി,
ഫസ്തമിഊ ലഹു വഅൻസിതു ഇൻജീലുമായി ലഅല്ലക്കും തുർഹമൂൻ. മൂന്നാമത്തെ റഹ്മത്ത് കിട്ടുന്നതോടുകൂടി ഖുർആനും കിട്ടും. അതാണ് തൗറാത്തും ഇൻജീലും ഖുർആനും. നമ്മൾ പറയുന്ന ഖുർആൻ ഞാനിങ്ങനെ ഓതുമ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്ന് കേൾക്കണം എന്നല്ല. ഇസ്തിമാ എന്ന് പറഞ്ഞാൽ അവന്റെ അന്വേഷണമാണ്. കേൾക്കാന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി ആ കാര്യങ്ങൾ ഓരോന്നും തന്റെ മനസ്സിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ ഓരോന്നും ഇഞ്ചിലാകാണ്. അതാണ് വെളിച്ചത്തിങ്ങനെ വരികയാണ് ഓരോന്നോരോന്നായിട്ട്. അവസാനം അവന്റെ മനസ്സിൽ അത് ഇസ്തിഖ്റാവ് അടിയുറക്കുകയാണ്. അത് അവസാനം കിട്ടുന്നത് ഖുർആനാണ്. അവന്റെ മനസ്സിൽ കറ സ്ഥിരപ്പെടുകയാണ്, ഇസ്തിഖ്റാവാണ്, മനസ്സിൽ സ്ഥിരപ്പെടുകയാണ്. അതാണ് ലഅല്ലക്കും തുർഹമൂൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കാരുണ്യം കിട്ടും. അതാണ് വൈദാ ഖുരിയൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. റഹ്മത്ത് കിട്ടണമെങ്കിൽ അതാണ് വാഖ്റജഹുമ റബ്ബുഹുമ റഹ്മത്തൻ കൻസഹുമ റഹ്മത്തൻ മിർ റബ്ബിക. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം പുറത്തെടുത്തു കൊടുക്കും. അപ്പൊ ഇതാണ് ഈ ത്വലാഖുമായി ഇതിനുള്ള ബന്ധം. എന്താ ത്വലാഖ്? അത്തലാഖു മറത്താനി ആയാൽ എന്താണ്? ത്വലാഖ് 2 വട്ടേ പറ്റുള്ളൂ. മൂന്നാമത്തെ വട്ടം പിന്നെന്താ ഫിറാഖ്? അതൊരാൾ ചോദിച്ചതാണ്, എന്താ പിന്നെ അവിടെ ഫിറാഖ് പറയണത്? കാരണം ഇതിനോടൊക്കെ അയാൾ വേർവിട്ട് കഴിഞ്ഞാൽ പിന്നീട് അയാളിൽ ഉണ്ടാകുന്നത് ഫുർഖാനാ. മൂസ ഫുർഖാനിലേക്ക് എത്തി. മനസ്സിലായോ? നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലായോ? തന്നിലെ ഹവയെ പൊളിച്ച് കൊന്നുകളഞ്ഞു. തന്റെ ഹവ ഏതൊരു കപ്പലിലാണോ സഫീനത്തിലാണോ യാത്ര ചെയ്യുന്നത് അതിന് ഓട്ടിയും തുളച്ചു. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കൻസ് ഇനിയും നമ്മൾ ചോദിച്ചാൽ ഫിറാഖാണെന്ന് പറഞ്ഞാൽ ഇവനിൽ സത്യവും അസത്യവും തമ്മിൽ വേർപിരിയാണ്. പഴയ മൂസയും പുതിയ മൂസയും തമ്മിൽ വേർപിരിയാണ്. അതാണ് അബ്ദുൻ സാലിഹ്. മൂസയിൽ നല്ല ഒരു ചിന്ത വരികയാണ്. അതാണ് അബ്ദുൻ സാലിഹ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കയറി പറയണ്ടെന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. അതായത് അബ്ദുൻ സാലിഹ് എന്ന് പറഞ്ഞാൽ മൂസയുടെ പുതിയ അറിവാണത്. പഴയ മൂസയുടെ കയ്യിലുള്ള ഹൂത്തുണ്ടല്ലോ, നിലവിലുള്ള ഈ അറിവ്, ആ നിലവിലുള്ള അറിവിനെ മറന്നു കളയാൻ. അതിനെ മറന്നു കളയുമ്പോഴാണ് പുതിയ അബ്ദുൻ സാലിഹ് മൂസയിൽ ജന്മം കൊള്ളുന്നത്. അപ്പൊ മൂസക്ക് ഫുർഖാനായി, അസത്യവുമായി വേർതിരിഞ്ഞു. അതാണ് ഹാദാ ഫിറാഖു ബൈനി വ ബൈനക എന്ന് പറയുന്നത്. അബ്ദുൻ സാലിഹും പഴയ മൂസയും വേർപിരിയുന്നത് അവിടെ വെച്ചാണ്. ശരിയായ മൂസയുടെ, അള്ളാഹുവിന്റെ ശരിയായ ജ്ഞാനം നേടിയ മൂസയാണ് അബ്ദുൻ സാലിഹ്. ആ അബ്ദുൻ സാലിഹും പഴയ തന്റെ കയ്യിലുള്ള തന്റെ ചിന്തയിൽ ഇപ്പൊ നിലവിലൊരു ഹൂത്തുണ്ട്, ഒരു അറിവുണ്ട്. ആ അറിവും തമ്മിൽ വേറെ പിരിയുന്നത് അവിടെ വെച്ചാണ്. അതാണ് ഹാദാ ഫിറാഖു ബൈനി വ ബൈനക എന്ന് പറയുന്നത്. അവിടെ ഫുർഖാൻ കിട്ടുകയാണ്. പിന്നെ അതാണ് ഫുർഖാൻ ആകുകയാണ് മൂസക്ക്. ഇത് മനുഷ്യന്റെ നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരമായ പഠനവും അന്വേഷണവും നടത്താനാണ് ഇതിന്റെ പ്രായോഗിക തലം എന്ന് പറയുന്നത്. അതന്നെ ഇതിന്റെ പ്രായോഗിക തലം. ഇത് അപ്രായോഗികമായ വെറും ദർശനങ്ങൾ പറഞ്ഞു പോവുകയല്ല. തന്റെ മനസ്സിലുള്ള തെറ്റായ ജ്ഞാനങ്ങളെ മുഴുവൻ മാറ്റിവെച്ച് പുതിയ അള്ളാഹുവിന്റെ ശരിയായ അറിവുകളെ, ശരിയായ യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്തുമ്പോൾ നിലവിലുള്ള അറിവുകളെ മുഴുവൻ അതിനോട് ഫിറാഖായി വേറുപിരിഞ്ഞ് സലാം പറഞ്ഞ് അതിനോടും തെഫ്രീക്കത്താകണം, വേറുപിരിഞ്ഞു പോരണം. അതാണ് ഇൻതലിക്കു എന്ന് ഞാൻ കഴിഞ്ഞ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു. ഇൻതലിക്കു ഇലാ ലില്ലിൻ ദി സലാത്തി ശുഅബിൻ എന്ന് പറഞ്ഞത് ഈ 3 തണലിലേക്കാണ് നിങ്ങൾ മറ്റുള്ളതിനെ എല്ലാം തലാക്ക് ചൊല്ലി ഉപേക്ഷിച്ച് നിങ്ങൾ വരേണ്ടത്. തലക്കാന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നർത്ഥം. മറ്റ് നിങ്ങളുടെ കയ്യിലുള്ള അറിവുകളെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വരേണ്ടത് ഇതിലേക്കാണ്. ഏതിലേക്ക്? ഈ ലില്ലിലേക്ക്, ഈ തണലിലേക്ക്. ഈ തണലിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. ഏത് തണലിലേക്ക്? ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ ജ്ഞാനത്തിന്റെ തണലിലേക്ക് നിങ്ങൾ വരണം. ഇതാണ് സൂചിപ്പിക്കാനുള്ളത്. അതിൽ ഓരോ പദങ്ങളും അറിവുകളുടെ ഒരു നിധിയാണ്,
ഖുർആനിലെ ഓരോ വാക്കുകളിലും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. മനുഷ്യനെ വൈജ്ഞാനികമായി ഉയർത്തിക്കൊണ്ടുപോവുക, അവനെ പുരോഗതിയിലേക്ക് ഇങ്ങനെ അറിവിൽ നിരന്തരമായ അന്വേഷണം, നിരന്തരമായ പഠനം, നിരന്തരമായ അവന്റെ ജിഹാദ്, പരിശ്രമം. അതാണ് ജിഹാദ്. ആയുധം കൊണ്ടുള്ള ജിഹാദില്ല, അത് പിന്നെ അടുത്ത ആഴ്ച പറയാം. നിരന്തരമായ ജ്ഞാനത്തിന്റെ പരിശ്രമമാണ് ഖുർആൻ നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആവശ്യപ്പെടുന്ന ഒരു ജനത, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ജനതയ്ക്ക് പുരോഗതിയിൽ എത്താൻ കഴിയും. അല്ലാത്ത ജനത അധോഗതിയിലും അജ്ഞതയിലുമായിരിക്കും ആണ്ട് കഴിയുക. നിരന്തരമായി അന്വേഷിക്കുകയും പരിശോധിക്കുകയും നിരന്തരമായി ജ്ഞാനത്തെ കണ്ടെത്തുകയും ചെയ്യുന്ന ജനതയ്ക്ക് പുരോഗതിയിലേക്ക് വരാൻ കഴിയൂ. അല്ലാത്ത ജനത എത്ര തന്നെ ആരോഗ്യത്തിലും ശാരീരികമായി അവര് ദൃഢഗാത്രരാണെങ്കിലും അവർക്ക് പുരോഗതിയിലേക്ക് വരാൻ കഴിയില്ല. മനുഷ്യന്റെ അന്വേഷണവും ചിന്തയും അറിവുമാണ് എക്കാലത്തും മനുഷ്യനെ ഉയർച്ചയിലേക്കും പുരോഗതിയിലേക്കും കൊണ്ടുവന്നിട്ടുള്ളത്. ഈ അന്വേഷണത്തെ പ്രേരിപ്പിക്കുന്ന പഠനങ്ങളാണ് ഖുർആൻ നിരന്തരമായി ഓരോ വചനത്തിലും അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അതാണ് അലിഫ് ലാം റാ കിതാബുൻ. അപ്പൊ കിതാബ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിവെന്ത് തരുന്നുവോ അതാണ് കിതാബ്. നമുക്ക് അറിവ് എന്ത് തരുന്നുവോ അതാണ് കിതാബ്. ആ അറിവുകൾ നമ്മുടെ മനസ്സിൽ എപ്പോൾ ഇസ്തിഖ്റ ആവുന്നുവോ, സ്ഥിരപ്പെടുന്നുവോ അതാണ് നമ്മുടെ ഖുർആൻ. ഇപ്പോൾ ഇതെന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇത് സുഹഫാണ്. ഇത് നമ്മുടെ ഈ കിതാബിലേക്കും ഖുർആനിലേക്കും എത്തിക്കാനുള്ള നമ്മുടെ മുമ്പിലുള്ള സുഹഫാണ്, ഏടുകളാണ്. ഇതാണ് ഇത് തമ്മിലുള്ള ആദമും ബഷറും ഇൻസാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു. എന്ന പോലെ തന്നെ ഒരു വ്യത്യാസമാണ്. ആദം എന്ന് പറയുമ്പോൾ ജ്ഞാനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ എന്തൊക്കെ വസ്തുക്കളുണ്ടോ ഞാനും നിങ്ങളും അടങ്ങുന്നത് അതാണ് ആദം. നമ്മുടെ ഭൗതികമായ ശരീരം എന്തുണ്ടോ അതാണ് ബഷർ. നമ്മുടെ ഉള്ളിലെ ജ്ഞാനങ്ങൾ എന്തുണ്ടോ അതാണ് ഇൻസാൻ. ഇത്രേ വ്യത്യാസമുള്ളൂ. വ്യത്യാസം മനസ്സിലായോ? നമ്മുടെ ഉള്ളിലെ ജ്ഞാനങ്ങൾ എന്തൊക്കെയുണ്ടോ അതാണ് ഇൻസാൻ. നമ്മളെ ഇൻസാനിയത്തിലേക്ക്, മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന അറിവുകൾ എന്തൊക്കെയുണ്ടോ ഉള്ളിൽ അതാണ് ഇൻസാൻ. ഇത്ര വ്യത്യാസമുള്ളൂ, ചെറിയ വ്യത്യാസം. അതിന് ഖുർആൻ കൊണ്ട് തെളിയുന്ന കാര്യമാണിത്. ഇത് ഖുർആൻ കൊണ്ട് തെളിയുന്ന കാര്യങ്ങളാണ്. അല്ലാതെ നമ്മൾ ഇത് ഞാനെന്താന്ന് പറഞ്ഞാൽ ഇത് സൂചിപ്പിച്ചു പോവുകയാണ്, സൂചനകൾ ഇങ്ങനെ തന്നു പോവുകയാണ്. ഇതെന്തിനാ തന്നെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും പറയാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ ആരെപ്പോ ചോദിച്ച ഒരാൾ, അതെന്താ മുദ്ദക്കിർ ആരാണ്? മുദ്ദക്കിർ മൂസയാണ്. അതൊക്കെ യസ്സർനൽ ഖുർആന ഫഹൽ മിൻ മുദ്ദക്കിർ. ആരാണ് മുദ്ദക്കിർ? നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മുദ്ദക്കിറുണ്ടോ? മുദ്ദക്കിർ മൂസയാണ്. സൂറത്ത് ഖമറിൽ 6 സ്ഥലത്താണ് മുദ്ദക്കിറുണ്ടോ എന്ന് ചോദിച്ചത്, അല്ലേ? സൂറത്ത് അൽ ഖമർ എടുത്ത് വായിച്ചു നോക്കുന്നുണ്ട്, 6 സ്ഥലത്തുണ്ട്. അതിൽ വെറുതെ 6 സ്ഥലത്താണ്. വെറുതെ അള്ളാഹു എന്താ ഈ 6 വെറുതെ 6 സ്ഥലം പറയല്ല, അതിന് കാരണങ്ങളുണ്ട്. നിങ്ങൾ വെറുതെ അള്ളാഹു ഇത് എന്താ 7 ചിലർ എന്താ 70 വട്ടം ഇസ്തിഗ്ഫാർ നടത്തുന്നത്? 80 വട്ടം നടത്തിയാൽ പൊറുക്കുമെന്ന് വെച്ചു. ഖുർആനിലുണ്ടല്ലോ, നീ 70 വട്ടം ഇസ്തിഗ്ഫാർ നടത്തിയാലും അള്ളാഹു പൊറുക്കലിനെ സ്വീകരിക്കൂല എന്നൊരു ആയത്തുണ്ട് ഖുർആൻ. അപ്പൊ എന്നോട് ഒരാളെ ചോദിച്ചു, അപ്പൊ 100 വട്ടം പൊറുക്കലിനെ തേടിയാ ഇസ്തിഗ്ഫാർ സ്വീകരിക്കും? അത് വട്ടല്ല, അത് പിന്നെ പറയാം. സബുത്തൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം എന്താണെന്ന്. അപ്പൊ സൂറത്ത് അൽ ഖമറിൽ 6 പ്രാവശ്യം വലഖദ് യസ്സർനൽ ഖുർആന ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ആദ്യത്തെ മുദ്ദക്കിർ ചോദിക്കുന്നത് നൂഹുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആദ്യത്തത് നൂഹിന്റെ ചരിത്രം പറഞ്ഞ ശേഷമാണ് ഫഹൽ മിൻ മുദ്ദക്കിർ. അവിടെ മൂസനെ കിട്ടിയില്ല, കാരണം നൂഹിന്റെ കാലത്ത് മൂസ വന്നിട്ടില്ല. കാരണം കൗമുലൂത്ത് കൽദബത്ത് കൗമുലൂത്താണ്. കൗമു നൂഹിന്റെ ജനത കളവാക്കിയപ്പോ അള്ള ചോദിക്കുകയാണ്, ഈ അറിവുകൾ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു മൂസയെ കിട്ടുമെന്ന്.
5 ചരിത്രവും പറഞ്ഞിട്ട് പിന്നെ 6ാമത്തെ ചരിത്രത്തിലാണ് മൂസയിലേക്ക് പിന്നെ മാറുന്നത്. നിങ്ങൾ നോക്കിക്കൊണ്ട് സൂറത്ത് അൽ ഖമർ എടുത്തുകൊണ്ട് 6 തവണ ഫഹൽമി മുദ്ദക്കിർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫഹൽമി മുദ്ദക്കിർ 6ാമത്തെ തവണയാണ്. വൽ ഖാമിസത്തു അൽ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. 5 ആൾക്കും ലഅനത്ത് തന്നെയാണ്. 5 കാദിബീങ്ങൾക്കും 5 കാദിബീങ്ങൾക്കും ലഅനത്ത് തന്നെയാണ്. ആരൊക്കെയാണ് 5 കാദിബീങ്ങള്? ഖൗമു ലൂത്ത്, നോഹ്, പിന്നെ ആദ്, സമൂദ്, ഖൗമു ലൂത്ത്, ഫിറഔൻ. ബലന്തേരിക്കണം വ്യഭിചരിച്ചോൻ 5 പ്രാവശ്യം ഷഹാദത്തിൽ ചൊല്ലി 5ാം വട്ടം അല്ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. 5 കളവാക്കിയ ആളുകൾ ഇവരാണ്. ഒന്ന് ഖൗമു നൂഹ്, ആദ്യം തുടങ്ങി. അവിടെ ഫഹൽമി മുദ്ദക്കിർ എന്നുള്ള ചോദിച്ചു, മുദ്ദക്കിറിനെ കിട്ടാനില്ല. പിന്നെ വന്നു ആദ് വന്നു, പിന്നെ സമൂദ് വന്നു, പിന്നെ ഖൗമു ലൂത്ത് വന്നു, പിന്നെ അവസാനം ഫിറഔന് വന്നു. ഫിറൗന്റെ അടുത്ത് മുദ്ദക്കിർ ചോദിച്ചപ്പോൾ ഫിറൗന് മൂസയുണ്ടായി, മുദ്ദക്കിറിനെ കിട്ടി. അപ്പൊ ഇത് തമ്മിൽ വെറുതെ പറയല്ല. അത് വൽ ഖാമിസത്തു അൽ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. 5 കാദിബീങ്ങൾക്കും ലഅനത്ത് തന്നെയാണ്. അറിവ് കിട്ടൂല. ലഅനത്ത് എന്ന് പറഞ്ഞാൽ നശിച്ചു പോട്ടെ എന്നല്ല, അവർക്ക് ദൈവത്തിന്റെ അറിവ് കിട്ടൂല എന്നാണ് അതിന്റെ അർത്ഥം. അജ്ഞതയുടെ കിമ്മത്തിലെത്തും അവൻ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ വളബുള്ള വിശദീകരിച്ചപ്പോ ദൈവത്തിന്റെ കോപം കിട്ടുക എന്ന് പറഞ്ഞാൽ അറിവ് കിട്ടൂല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞപ്പോ അത് ഖുർആനിൽ നിന്നാണ്. ഫലമ്മാ സഖത്ത മൂസ അൽ വളബ, അല്ലേ? വളബ് പോയപ്പോഴേ അഹദൽ അൽവാഹുള്ളൂ. അതാണ് വളബ് ഉണ്ടെങ്കിൽ ബസീറത്ത് ഉണ്ടാവൂല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരാൾക്ക് വളബിന് ഒരാൾ വിധേയനായാൽ അവന് ബസീറത്ത് ഉണ്ടാവൂല, കാഴ്ച ഉണ്ടാവൂല. അതാണല്ലോ ആ വളബ് മൂസയിൽ നിന്ന് പോയപ്പോഴാണ് അൽവാഹ് എടുത്തത്. മനസ്സിലായോ? ഫലമ്മാ സക്കത്തൽ മൂസ അൽ വളബ, മൂസയുടെ വളബ് സുക്കൂത്തായപ്പോഴാണ് അള്ളാഹുവിന്റെ ജ്ഞാനത്തിന്റെ നൂഹ് ഇട്ടേച്ചു പോയ ആ അൽവാഹുകൾ ആരെടുത്തത്? മൂസ എടുത്തത്. നൂഹിട്ട് പോയതാണ് ഈ അൽവാഹുകൾ. അതാരാ പറഞ്ഞു? ഖുർആൻ പറഞ്ഞതാണ്. നിങ്ങൾ ഖുർആനിൽ പരിശോധിക്കുന്നതാണ്, അല്ലാതെ ഞാൻ പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ ഈ പറയണെന്ന്. ഈ അൽവാഹുകൾ ഇട്ട് പോണതാരാണ്? നൂഹാണ്. നൂഹ് മറന്ന് ഇട്ടേച്ചു പോയ അൽവാഹുകൾ പിന്നെ അത് എടുക്കുന്നത് മൂസയാണ്. അതെടുക്കണം. പക്ഷെ മൂസക്ക് എടുക്കാൻ തന്റെ വളബ് മാറ്റി വെക്കേണ്ടി വന്നു. കാരണം വളബ് ഒരാൾക്ക്, നമ്മൾ പറയുന്ന ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടുക, നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്ന ആ ദേഷ്യമല്ല ഖുർആൻ പറയണത്. ഖുർആൻ വളബ് എന്ന് പറയുമ്പോൾ അവന് ബസീറത്ത് നഷ്ടപ്പെടുകയാണ്, അവന് കാഴ്ചപ്പാട് നഷ്ടപ്പെടുകയാണ്, അവന്റെ ചിന്തക്ക്, അവന്റെ ബുദ്ധിക്ക് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാതാകുകയാണ്. അതാണ് ദൈവകോപം എന്ന് പറയുന്നത്. അവൻ അജ്ഞതയിൽ യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ കാണാൻ കഴിയാതെ അജ്ഞതയിൽ അവന് കഴിയേണ്ടി വരും. അതാണ് ദൈവകോപവും ദൈവത്തിന്റെ ലഅനത്തും കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പൊ കിതാബുൻ ഉൻസിലയിലേക്ക്, ഇനി ഉൻസില എന്ന് പറഞ്ഞാൽ ഇറക്കുക എങ്ങനെയാണ്? അതും ഒരാളെ വിട്ടിട്ട് ഇങ്ങനെയല്ല, അത് നമ്മുടെ മനസ്സിലേക്ക് അറിവ് കിട്ടുക തന്നെയാണ്. അന്വേഷിക്കുമ്പോൾ, പരതുമ്പോൾ, തിരയുമ്പോൾ ജ്ഞാനങ്ങൾ കിട്ടലാണ് ഉൻസില. അത് പല സന്ദർഭങ്ങളിൽ ഞാൻ വിശദീകരിച്ച ഒരു പദമാണ്, അത് ഇനി അവതരിപ്പിക്കുന്നില്ല. കിതാബുൻ ഉൻസില ഇലൈക തുഖ്രിജ അന്നാസ, ജനങ്ങളെ പുറത്തു കൊണ്ടുവരണം. നാസ് എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള അറിവുകൾ, നമ്മളിലുള്ള എന്തൊക്കെ അത് നല്ലതും ചീത്തയൊക്കെ പെടും. അതിൽ എന്തൊക്കെ മനുഷ്യന്റെ മനസ്സിൽ ജ്ഞാനങ്ങളായിട്ടുണ്ടോ അതാണ് നാസ്. അതാണ് നാസ്. ഖൗമ് എന്ന് പറഞ്ഞാൽ അല്ലദീന യത്തബിഊനൽ മഅലൂമാന, അറിവുകളെ പിന്തുടരുന്നവരാരോ അവരാണ് ഖൗമ്. ജ്ഞാനങ്ങളെ പിന്തുടരുന്നവ, നമ്മുടെ ചിന്തയിലെ അറിവുകളെയും ജ്ഞാനങ്ങളെയും ഒക്കെ ശരിയായ അറിവുകളെ പിന്തുടരുന്ന അഫ്ളലായ ഇൽമുകളെ, മഅലൂമുകളെ പിന്തുടരുന്നവരാരോ അവരാണ് ഖൗമ്. നിസാ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് വളർന്നു വരികയും ഉയർന്നു വരികയും പുരോഗതിയിലേക്ക് വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജ്ഞാനങ്ങൾ എന്തുണ്ടോ അതാണ് നിസാ. അപ്പൊ അതാണ് തുഖ്രിജൻ നാസ, ജനങ്ങൾ. അതാണ് നാസിനെ, മനുഷ്യന്റെ അറിവുകളെ
എന്തൊക്കെ അറിവുകൾ അവന്റെ മനസ്സുകളിലുണ്ടോ അതിനെയൊക്കെ പുറത്തു കൊണ്ടുവരണം. എവിടേക്ക്? മിനൽ ദുലുമാത്തി, ഇരുട്ടിൽ നിന്ന് അതിനെ കൊണ്ടുവരണം ഇലന്നൂരി, വെളിച്ചത്തിലേക്ക്. ഇതാണ് സലാത്തിന്റെ ദൗത്യവും ഇതന്നെയാണ്, നിസ്കാരത്തിന്റെ. അത് പറഞ്ഞില്ലേ, പുറത്ത് ഹിസാബിൽ പറഞ്ഞല്ലോ, ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികത്തുഹു ലിയുഖ്രിജക്കും മിനൽ ദുലുമാത്തി ഇലന്നൂർ. അതാണ് സലാത്തുന്നൂർ, സലാത്തുൽ ഫജ്ർ. ഫജ്റിലേക്ക് പോകാനുള്ള സലാത്താണ്. മനസ്സിലായോ? ലിയുഖ്രിജക്കും മിനൽ ദുലുമാത്തി ഇലന്നൂരി, അതാണ് ഇരുട്ടിലാണ് സലാത്ത്. അള്ളാഹുടെ സലാത്ത് ദുലുമാത്തിലാണ്, ഇരുട്ടിലാണ് പള്ളിയും മലക്കുകളിൽ നിന്ന് നിസ്കരിക്കുന്നത്. അതാണ് ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികത്തുഹു ലിയുഖ്രിജക്കും മിനൽ ദുലുമാത്തി ഇലന്നൂരി. സലാത്ത് വ്യക്തമല്ലേ? അവന്റെ ജ്ഞാനങ്ങൾ ഓരോന്നിനെയും പിന്തുടരുക, അറിവുകൾ ഓരോന്നിനെയും പിന്തുടരുക. നിങ്ങൾക്ക് ഓരോരോ അറിവുകൾ ഓരോന്നോരോന്നായി തന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു. അതാണ് അള്ളാഹ് സലാത്ത് ചെയ്യാന്ന് പറഞ്ഞാല്. നിങ്ങൾക്ക് ജ്ഞാനങ്ങൾ ഓരോന്നും നിരന്തരമായി തന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ സലാത്തത. നമ്മൾ സലാത്ത് ചെയ്യാന്ന് പറഞ്ഞ ജ്ഞാനങ്ങളെ ഓരോന്നിനെയും നിരന്തരമായി അതിന്റെ പിന്നാലെ പിറകെ പോവുക, അറിവിനെ വിട്ട് പിരിയേ ചെയ്യരുത്. അതാണ് നമ്മുടെ സലാത്ത്. അതാണ് സലാത്തുന്നൂർ. സലാത്തുന്നൂർ അതാണല്ലോ അവസാനത്തെ ജീവിയെ ഫറാശാണ് പറഞ്ഞിട്ടുള്ളത് ഖുർആനിൽ. അവസാനത്തെ ജീവി ഫറാശാണ്. അൽ കാരിയത്ത് മൽ കാരിയ വമ അദ്റാക മൽ കാരിയ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ്. അവസാനത്തെ ഫറാശ് അതാണ്. കാരണം അവനാണ് എല്ലാം തൻ്റെ എല്ലാ ഭാരങ്ങളും അൽക്കത്ത് മാ ഫീഹ വതഖല്ലത്ത്, തൻ്റെ അതൊരു അത്ഭുത ജീവിയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ പഠനം നടത്തിയാൽ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെയും ഖുർആനിൻ്റെയും രഹസ്യം മനസ്സിലാവും. തന്നിലുള്ള എല്ലാം ഇട്ടേച്ചു പോയി ദൈവത്തിൻ്റെ പ്രകാശം തെരഞ്ഞ് പറക്കുകയാണത്. അതാണ് അവസാനം പറഞ്ഞ ജീവിയുടെ പേരതാണ്. അവസാനം നമ്മൾ ആയിത്തീരേണ്ടതും അതാണ്. എന്തപ്പോൾ അവസാനം അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞതല്ല. പല ജീവികളെയും പല മൃഗങ്ങളെയും അല്ലാഹു പറഞ്ഞു. പക്ഷെ അവസാനം ഖുർആനിന്റെ അവസാനം കൊണ്ടുപോയി വെച്ച ഒരു ജീവിയുടെ പേര് ഫറാശാണ്. ഞാൻ വിചാരിച്ചു ഇതിനു ശേഷം പിന്നെ എന്താ ഒരു ജീവിനെ പറയാറുണ്ട്. അത് മനുഷ്യൻ തന്റെ കയ്യിലുള്ള അറിവുകളെ അൽക്കത്ത് മാഫിഹാവത്ത് ഹല്ലത്ത് ഖാലിയായി എല്ലാം അവിടെ ഇട്ട് അത് ദൈവത്തിന്റെ വെളിച്ചം തേടി പറന്നുയരുകയാണ്. അതാണ് അള്ളാഹുവിന്റെ പ്രഭയിലേക്ക് പ്രകാശത്തിലേക്ക് പറന്നുയരുന്ന പക്ഷികളായി, ചിത്രശലഭങ്ങളായി, പൂമ്പാറ്റകളായി നിങ്ങൾ മാറണം മനുഷ്യരെ എന്നാ പറയണത്. ആദ്യം ഒരു അൽക്കാരിയ വരുവാനും ഒരു സൂചന തരും സത്യത്തിന്റെ, എന്നിട്ട് പിന്നെ അൽഹാക്കത്തും വരും. ഈ അൽക്കാരിയത്തിൽ തന്നെ ഇവൻ ഈ സൂചന കിട്ടുമ്പോ തന്നെ അവൻ മബ്സൂസായിട്ട് പറന്നുയരണം. എങ്കിൽ അവൻ അൽഹാക്ക, സത്യം ഹക്ക് വെളിവാകും അവന്. അല്ല ഇവർ പറയും അൽഹാക്ക ഘോരശബ്ദം. എന്ത് ഘോരശബ്ദം? ഹക്ക് വെളിവാകുകയാണ് ഇവനെ. അതിന്റെ മുന്നോടിയായിട്ടുള്ള അവന്റെ ചിന്തയിലെ ഹാമർ കൊണ്ടുള്ള മേട്ടമാണ് അൽ കാരിയത്തത്. നദീറാണ്, ഇഷാറത്ത്, ഇൻസാറാണ്, മുന്നറിയിപ്പാണ്, സത്യത്തിന്റെ മുന്നറിയിപ്പാണത്. അത് വരുമ്പോ തന്നെ ഇവൻ ചിത്രശലഭമായി തന്റെ കയ്യിലുള്ള അൽക്കത്ത് മാഫിഹാ വതഖല്ലത്ത് എല്ലാ തന്റെ കയ്യിലുള്ളത് മുഴുവൻ ഇട്ടേച്ചു പോയി. ഞാൻ ചുരുക്കി പറയട്ടെ, ഈ ഖുർആൻ മുഴുവൻ ഒരു പൂമ്പാറ്റയുടെ ജീവിതമാണ്, ഒരു ചിത്രശലഭത്തിന്റെ ജീവിതമാണ്. ചുരുക്കി നിങ്ങളോട് പറഞ്ഞാൽ ഇതിന്റെ മുഴുവൻ ആകത്തുക അതെങ്ങനെയാണെന്ന് എനിക്ക് പറയപ്പോ കഴിയില്ല. കാരണം അത് അത്രയും വലിയൊരു ജ്ഞാനമാണ്. തന്റെ കയ്യിലുള്ള എല്ലാ മൽക്കത്ത് മാഫിഹാ വതഖല്ലത്ത് ഖാലിയായി. ഇനി അത് എവിടേക്കാ പറന്നു പോണത്? തന്റെ കയ്യിലുള്ള മൗറൂസ് തുറാസുകളെ മുഴുവൻ താഴെയിട്ട് ദൈവത്തിന്റെ അള്ളാഹുവിന്റെ ജ്ഞാനത്തിലേക്ക്, അറിവിലേക്ക്, അത് വെളിച്ചത്തിലേക്ക് പറന്നുയരാണ്. എന്തിനു വേണ്ടിയിട്ട്? സലാത്തുന്നൂറിന് വേണ്ടിയിട്ട്. അത് സലാത്തുന്നൂറിന് പോവുകയാണ്, സലാത്തുന്നൂറിന് പോവുകയാണത്.
ആ സലാത്തുന്നൂറിന് പോകാൻ, ആ ഫറാശാകാൻ തയ്യാറുണ്ടോ മനുഷ്യാന്നാ ചോദിക്കുന്നത്. അതാണ് യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ്. നീ സലാത്തുന്നൂറിന് തയ്യാറുണ്ടോ? തന്റെ കയ്യിലുള്ള മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും അജ്ഞതകളെയും താഴെയിട്ട് അള്ളാഹുവിന്റെ നൂറ് തെരഞ്ഞ് വെളിച്ചം തെരഞ്ഞ് സലാത്തിന് പോകാൻ തയ്യാറുണ്ടോ മനുഷ്യ? നീ പോകേണ്ടി വരും. ഇതാണ് മനുഷ്യന്റെ ഒരു ഫറാശിന്റെ ജീവിതമാണ് മനുഷ്യന്റെ. ചില കാര്യങ്ങൾ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവില്ല എന്നുള്ള എനിക്ക് സൂചന ഉണ്ട്. ഞാൻ നല്ലൊരു വെള്ളത്തുള്ളിയുടെ ഒരു പോയിന്റ്, അതാർക്കും അതതിന് ആളുകൾക്ക് കൂടുതൽ മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആകത്തുകയാണ് അതിൽ വർണ്ണിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഖുർആൻ പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആകത്തുക ഒരു വെള്ളത്തുള്ളിയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു. പക്ഷെ അത് ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം അത് അത്രയും വലിയ ആഴത്തിൽ പറയണം. അത് ഖുർആനിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോ കിതാബുൻ നുൻസില ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ. മിനൽ-ളുലുമാത്തി ഇലൻ-നൂറിലേക്കാണ് മനുഷ്യൻ പോകേണ്ടത്. മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ. പൈതൃകങ്ങളെ മുഴുവൻ വലിച്ചെറിയാം. ശരിയായ ജ്ഞാനങ്ങൾ ഏതൊക്കെയുണ്ടോ. നൂറ് എന്ന് പറഞ്ഞാൽ വെളിച്ചമല്ല, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യങ്ങളുടെ അറിവാണ് നൂറ്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പോലെ 100 2 ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ശൈത്താന്റെ 100 ഉണ്ട്, അള്ളാന്റെ 100 ഉണ്ട്. അപ്പൊ ഇന്നലെ ആരോ ജബലിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടപ്പോ ചോദിച്ചു, എല്ലായിടത്തും ജബൽ മല തന്നെ, എല്ലായിടത്തും ജബല് അന്ധവിശ്വാസങ്ങളും അജ്ഞതയാണോ? അല്ല, എല്ലായിടത്തും അതല്ല. ഈജാബി ഉണ്ട്, സലബി ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. കപ്പൽ ഞാൻ പറഞ്ഞില്ല, സഫീനത്തുണ്ട്, ഫുൽക്കുണ്ട്. ഫുൽക്കുൽ മഷഹൂനത്തുണ്ട്, സഫീനത്തുൽ ഫിറഔനിയും ഉണ്ട്. ഫുൽക്കുൽ മഷഹൂനാണ് നൂഹിൻ്റെത്, അതിലാണ് നമ്മൾ കയറേണ്ടത്. സഫീനത്തുൽ ഫിറഔനിയിലോ അതിന് ഓട്ടോ വളക്കണം. ഇതാണ് രണ്ടും വ്യത്യാസമുണ്ടെന്ന പോലെ ജബല് 2 ഉണ്ട്. തസ്ബീഹ് ചെല്ലണ ജബലുണ്ട്. അറിവിലൂടെ നീന്തുന്ന ജബലുകളുണ്ട്. വൗഹാ ഇലന്നഹ്ലി അനിത്തഖദി ബുയൂത്ത് എന്ന് പറയുന്ന അവിടുത്തെ ജബല് മഫാഹിമുർ റാസിഖത്താണ്. ആ തേനീച്ചക്ക് വഹി കൊടുത്തു എന്ന് പറയുന്നൊരു ആയത്ത് പറയണ്ടല്ലോ. തേനീച്ചക്ക് അല്ലാഹു വഹി കൊടുത്തു. അതിലൊരു ജിബാല് പറയുന്നു. ആ ജബലൊക്കെ മഫാഹിമുർ റാസിഖാണ്, അടിയുറച്ച അറിവ് ജ്ഞാനങ്ങളാണത്. അതിൽ നിന്ന് ഇവന്റെ വ്യവസ്ഥിതി, ഇവന്റെ മനസ്സ് പണിയത്, ഇവന്റെ ഹൃദയം, അതാണ് അവന്റെ കൽബ്, ബൈത്ത്. ആ ബൈത്ത് പണിയാനാണ് പറയണത്. അതുകൊണ്ടാണ് നീ നിന്റെ വീട് പണിയേണ്ടത്. നിനക്ക് രാപ്പാർക്കാനുള്ള, നിന്റെ ചിന്തക്ക്, നിന്റെ ബുദ്ധിക്ക്, നിന്റെ മനസ്സിന് പാർക്കാനുള്ള വീട് പണിയേണ്ടത് അതുകൊണ്ടാണ്. അതിൽ നിന്ന് വീട് പണിയണം എന്ന് ഖുർആൻ പറയുന്നു. നഹ്ല് എന്ന് പറയുന്നത് ഇവന് മാറ്റിയാണ്. നഹ്ല് അതന്നെ അജ്ഞാതമായ ഒന്നിനെ, അവ്യക്തമായ ഒന്നിനെ നമുക്ക് വ്യക്തമാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതാക്കി മാറ്റിത്തരുന്നത്, മാറ്റുക എന്നാണ് നഹല എന്ന വാക്കിന്റെ അർത്ഥം. തഹ്വീൽ ചേഞ്ച് ചെയ്യാം. തേനീച്ച അതന്നല്ലേ കാട്ടുന്നത്. റഹീഖ് നമുക്ക് പറ്റൂ. റഹീഖിനെ അസലാക്കി മാറ്റുകയാണ് അല്ലേ. റഹീഖ് എന്ന് പറഞ്ഞാൽ ഈ പൂക്കളിലൊക്കെ ഉള്ള, അതിനെന്താ പറയുക, മധുവോ, അതിനെ നമുക്ക് അസലാക്കി മാറ്റിത്തരാണ്. അപ്പൊ ഈ പണിയെടുക്കുന്ന ആളുകളാണ് നഹല്. നഹലാകാൻ പറ്റുമോ നിങ്ങൾക്ക്? അവ്യക്തമായി ഉപയോഗിക്കാൻ പറ്റാത്ത, നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ജ്ഞാനങ്ങളെ മുഴുവൻ മധുരമുള്ള ജ്ഞാനങ്ങളാക്കി മാറ്റാവുന്ന, പണിയെടുക്കാൻ പറ്റുന്ന, ആ പണിയെടുക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവരാണ് നഹല്. അതിന് മുഖാബലയൊന്നും പ്രതീക്ഷിക്കാതെ. അതാണ് വാത്തുന്നിസാ സദുക്കാത്ത് ഇന്ന നെഹിലത്തൻ. മുഖാബലയൊന്നും വേണ്ട, പകരമൊന്നും വേണ്ട. ഈ പണിയെടുക്കാൻ തയ്യാറാവുന്നവൻ ആരോ അവനാണ് നഹല്. അത്തരം ആളുകൾക്കാണ് ദൈവത്തിന്റെ ജ്ഞാനം കൊടുക്കുന്നത്. എന്ത് ജ്ഞാനം? അനിത്തഹദി, നീ സ്വീകരിക്കണം, നീ ഉണ്ടാക്കിയെടുക്കണം, നീ ഉൾക്കൊള്ളണം. മിനൽ ജിബാലി,
അതാണ് ജബല് എന്ന് പറഞ്ഞാൽ അവിടെ മഫ്ഹൂമും റാസിഹത്താണ്. റാസിഹൂന ഫിൽ ഇൽമി എന്ന് പറയില്ലേ, ഈ മഫ്ഹൂമും റാസിഹാണ് ഈ ജിബാലിൽ അവിടെ ഉള്ളത്, ഉറച്ച അറിവുകൾ. ആ അറിവുകളിൽ നിന്നാണ് നീ എന്ത് കണ്ടെത്തേണ്ടത്? ജ്ഞാനങ്ങൾ കണ്ടെത്തേണ്ടത്. ഒമിന ഷജരി, ഷജർ എന്ന് പറഞ്ഞാൽ അസിലിൽ നിന്ന് ഫർആയിട്ട് പോകുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഷജറ. ഒന്നും മനസ്സിരുത്തണം കേട്ടോ. ഒരു മരം എങ്ങനെയാണ് മുളച്ച് അത് പല ഫറകളായിട്ട് ശാഖകളായിട്ട് പോകുകയല്ലേ. അപ്പോ ഒരു അറിവ് അതിനൊരു ബേസും അതിൽ നിന്ന് ശാഖോപശാഖകളായി പോയ ജ്ഞാനങ്ങൾ എന്തൊക്കെയുണ്ടോ ആ ജ്ഞാനങ്ങളിൽ നിന്നൊക്കെ നീ സ്വീകരിക്കണം. മനസ്സിലായോ? ആ ശാഖകളിൽ അതാണ് ഒരു ബാബിക്കുടി മാത്രം പോകരുതെന്ന് പിന്നെ യാക്കോബ് മക്കളോട് പറഞ്ഞില്ലേ, നിങ്ങൾ അബുവാബും മുതഫരീഖത്തിലൂടെ പ്രവേശിക്കണം. അറിവിന് ഒരു വഴി മാത്രമല്ല, വ്യത്യസ്തമായ വഴികളുണ്ട് അറിവിന്. ആ വഴികളിലൂടെയൊക്കെ പ്രവേശിക്കണം. പക്ഷേ ഒരു വാതിലിക്കൽ മാത്രം മറ്റേ ആളിരിക്കുന്നുണ്ട്, ശൈത്താൻ കൽപ്പിരിക്കുന്നുണ്ട്. ഫൽഫയ സയ്യദഹ ലദൽ ബാബി, ആ ബാബിലൂടെ കടക്കുമ്പോൾ മാത്രം വദഖുലുൽ ബാബ സുജ്ജദ, അതിലൂടെ കടക്കുമ്പോൾ സുജൂദ് ചെയ്തിട്ട് കിടക്കണം. കാരണം മറ്റേ ആളെ മുട്ടുന്നുണ്ടോ നോക്കണം. ഫിറൗനിനെ കൽബിനെ തട്ടാതെ വേണം ആ ബാബിക്കൂടി പോകാൻ. കൽബിനെ ചവിട്ടരുത്, മെല്ലെ വദഖുലുൽ ബാബ സുജ്ജദൻ, ആ ബാബിക്കൂടി കിടക്കുമ്പോൾ സുജൂദ്. അപ്പൊ അതാണ് അറിവിന്റെ വ്യത്യസ്ത. ഒരസിലിൽ നിന്ന് മുളക്കുകയും നിരവധി ഫറകളായിട്ട് ശാഖോപശാഖകളായി പിരിയുകയും ചെയ്ത ജ്ഞാനങ്ങളിൽ നിന്നൊക്കെ നീ നിന്റെ ബൈത്ത് പണിയാനുള്ള അറിവുകൾ സ്വീകരിക്കണം. എന്താ നീ ഖുർആനിൽ പറയാനുള്ളത്? അറിവ് ശേഖരിക്കാനുള്ള വഴികളാണ് പറയുന്നത്. പിന്നെന്താണ്? വമിമ്മായലിശൂൻ, നീ എന്തൊക്കെ വ്യവസ്ഥിതികൾ ഇവിടെ കുല്ലുൽ അൺലിമത്ത് എന്നാണ്. എല്ലാ വ്യവസ്ഥകളിലും അർഷാന്ന വ്യവസ്ഥിതികൾ പണിയാനാണ്. അർഷ് പണിയാ, സിംഹാസനത്തിൽ ഇരിക്കുകയല്ല. അല്ല സിംഹാസനത്തിൽ ഇരുന്നു എന്ന് അതിലാരോ പ്രസംഗിച്ചത്. ആ കുഴപ്പമൊന്നുമില്ല, ഇരുന്നോട്ടെ, നമുക്ക് 7-ാം ദിവസം ഒക്കെ പടച്ചൊക്കെ ഉണ്ടാക്കി 7-ാം ദിവസം സുമ്മസ്തവാലല്ല അർഷ്. അർഷ് എന്ന് പറഞ്ഞ വ്യവസ്ഥിതി പണിയാണ്, അൺലിമത്താണ്. അപ്പോ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ വ്യവസ്ഥാപിതമായി എന്തൊക്കെ ജ്ഞാനങ്ങളുണ്ടോ, വ്യവസ്ഥതകളുണ്ടോ, നിയമങ്ങളുണ്ടോ, അതിൽ നിന്നൊക്കെ നീ എന്ത് ചെയ്യണം? അറിവുകളെ, നിനക്കുള്ള വീട് പണിയാനുള്ള അറിവുകൾ ശേഖരിക്കണം. അതാണ് പറയുന്നത്. അവിടുത്തെ ജബല് മാ റസഹ മിനൽ മഫാഹീമിയാണ്. അൽ മഫാഹീമു റാസിഹത്താണ് അവിടുത്തെ ജിബാല്, എല്ലായിടത്തും അല്ല. ഏകവചനം പറയുന്ന ജബല് ഒക്കെ അധികവും നീ ഏതെങ്കിലും അല്ലാത്തതുണ്ടോയെന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ. 90% ഞാൻ എൻ്റെ അഭിപ്രായം, നീ അത് നോക്കിയിട്ടില്ല, ഒന്നും കൂടി ഉറപ്പിച്ച് പറഞ്ഞു. 90% ഞാൻ നോക്കിയ ജബലൊക്കെ അജ്ഞതയുടെയാണ്. ഏകവചനം വന്നുകൊണ്ട് ഏകവചനത്തിൽ ജബല് പറഞ്ഞതൊക്കെ അജ്ഞതയുടെ മലകളാണ്. ഏകവചനത്തിൽ ജബല് പറഞ്ഞതൊക്കെ. ജിബാല് ബഹുവചനത്തിൽ പറഞ്ഞതൊക്കെ ഒക്കെയല്ല, ജിബാലിലധികവും പറഞ്ഞതൊക്കെ ശരിയായ ജ്ഞാനത്തിൻ്റെതാണ് പറയുന്നത് കൂടുതലും. അത് ദാവൂദിന്റെ ചരിത്രം പറയുന്നിടത്ത് ജബല് തസ്ബീഹ് ചൊല്ലണം എന്ന് പറഞ്ഞ ജബലും ഈ സൂറത്ത് അന്നഹിൽ 16-ാം അധ്യായത്തിലെ ഈ പറയുന്ന ഇതും ഒക്കെ അതിനെ സൂചിപ്പിക്കുന്നതാണ്. സമറാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കെ പറഞ്ഞതാണ് ഫലങ്ങൾ. കുല്ലമായി യുവല്ലിദുൽ ഫായിദത്ത്, പ്രയോജനങ്ങൾ, നിങ്ങൾക്ക് പ്രയോജനം നൽകുന്ന, പ്രയോജനം നിങ്ങൾക്ക് പ്രദാനിക്കുന്ന എന്തൊക്കെയുണ്ടോ അതാണ് സമറാത്ത്. കുല്ലമായി യുവല്ലിദുൽ ഫായിദത്ത്, മനുഷ്യർക്ക് പ്രയോജനങ്ങൾ പ്രദാനിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയുണ്ടോ, ഏതൊക്കെ അറിവുകൾ കൊണ്ട് മനുഷ്യന് ഫലം കിട്ടുന്നുവോ അതൊക്കെ അവന്റെ സമറാത്താണ്. അല്ലാതെ ഈ പഴം പറിച്ച് തിന്നലല്ല. അപ്പൊ മനുഷ്യന് ഫലം കിട്ടുന്ന എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ നീ ജ്ഞാനങ്ങൾ നേടണം, അറിവുകൾ നേടണം.
അപ്പോൾ ജബലുമായിട്ട് ബന്ധപ്പെട്ടത് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് വേറെ വിഷയമാണ്. യൗമ യക്കൂനുൽ ജിബാലു അവിടുത്തെ അജ്ഞതയുടെ മലകളാണ്. ഒത്തക്കൂനുൽ ജിബാലു എന്ന് പറയുന്ന അവിടുത്തെ ജബല് അജ്ഞതയുടെ മലകളാണ്. ധൂളിയായിട്ട് പോകും. സത്യം കിട്ടുമ്പോഴേ ഇപ്പൊ നമ്മളൊക്കെ എത്ര മലകൾ നീങ്ങി ഇല്ലേ? ഇനി എത്ര മലകളുണ്ട് ഇതിൻ്റെ ഉള്ളിലെന്ന് അറിയില്ല. എത്രങ്ങാനും മലകളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഖുർആനികമായ ജ്ഞാനങ്ങൾ കിട്ടുമ്പോൾ. ഇനി എത്ര മലകളുണ്ടെന്ന് അറിയില്ല. ഈ മലകളൊക്കെ യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. അതാണ് അത് യൗമ തമുറു സമാഉ, ആകാശം നടക്കും, അപ്പോഴാണ് മലകൾ പൊളിയ. ആകാശം നടക്കുമ്പോൾ മലകൾ പൊളിയും. നിങ്ങൾ നോക്കി, നിങ്ങൾ ഏതാകാശം നടക്കുന്നത്? ഏത് ആകാശം നടക്കുന്നത്? ആകാശങ്ങൾ ഒരു മനുഷ്യനിൽ എന്ന് അവനിൽ അത്യുന്നതമായ ജ്ഞാനങ്ങൾ അവനിലൂടെ മുറൂറാകുന്നുവോ, അത്യുന്നതമായ ജ്ഞാനങ്ങൾ ഒരു മനുഷ്യന്റെ ചിന്തയിലൂടെ എന്ന് മുറൂർ നടക്കുന്നുവോ, സഞ്ചരിക്കുന്നുവോ, അന്ന് അവനിലെ ജിബാലുകൾ നുൻസിഫു, അള്ളാഹു പൊടിയാക്കി പോകും. പിന്നെ ഒരു മലയുണ്ടാവില്ല. അതാണ് വലവ് തന്നെ ഖുർആനൻ സുയ്യിറത്ത് ബിഹിൽ ജിബാലു ഔ കുത്തിയത്ത് ബിഹിൽ അർളു ഔ കുല്ലിമ ബിഹിൽ മൗത. എല്ലാം മരിച്ച ആൾക്കാരും സംസാരിക്കാൻ തുടങ്ങും. അതുവരെ വൈജ്ഞാനികമായി രംഗത്ത് നിർജീവമായ മനസ്സുകളൊക്കെ എണീറ്റ് നിന്ന് ജ്ഞാനം പറയാൻ തുടങ്ങും ലോകത്തോട്. അതാണ് അതിന് യൗമ തമുറു സമാഉ, സമാവ് നടക്കണം നമ്മുടെ ചിന്തയിലൂടെ. സമാവ് നടക്കണം, അറിവ് നടക്കണം, ഭൂമിയിൽ നിന്നൊന്ന് പൊങ്ങണം, ആകാശത്തേക്ക് എത്തണം, പക്ഷികൾ പറക്കണം, ഇതൊക്കെ വേണം. അതിന് ഭൂമിയിൽ നിന്ന് തന്നെ ഒന്ന് പൊങ്ങി കിട്ടണ്ടേ? ഭൂമി എന്ന് പറഞ്ഞാൽ യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള്, ഭൂമിയെ മാറ്റിമറിക്കണുള്ളൂ. അത് നിങ്ങൾ കണ്ടുക്കണം. ഞാൻ വിചാരിച്ചു എന്താ അള്ളാഹു ആകാശത്തെ മാറ്റിമറിക്കാത്തെന്ന്. ആകാശത്തെ മാറ്റിമറിക്കണില്ലല്ലോ. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതി എന്നേ പറഞ്ഞിട്ടുള്ളൂ. വസ്സമാവാതി തുബദ്ദലു ഗൈറസ് സമാവാതി എന്ന് പറഞ്ഞില്ല. വസ്സമാവാതി അവിടെ ഉണ്ട്. അവന്റെ അർളിനെ മാറ്റിപ്പണിയും, അവന്റെ അർളിനെ മാറ്റിപ്പണിയും. അത്ര സൂക്ഷ്മമായിട്ടാണ് ഖുർആന്റെ പ്രയോഗങ്ങൾ മുഴുവൻ. പക്ഷെ അത് വരികൾക്കിടയിലൂടെ, അക്ഷരങ്ങൾക്കിടയിലൂടെ വായിക്കാൻ പഠിക്കണം. വെറുതെ ഓതിപ്പോയ ഒരു ഓത്ത് കിട്ടും. ശരിക്ക് സൂക്ഷ്മമായി പഠിച്ചാൽ അറിവ് കിട്ടും. ഇതാണ് വ്യത്യാസം, വേറൊന്നുമില്ല. വെറുതെ ഓതാനാണെങ്കിൽ എന്റെ യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതി അവിടെ നിർത്തി. ഞാൻ വിചാരിച്ചു പിന്നെന്താ വസ്സമാവാതി തുബദ്ദലു ഗൈറസ് സമാവാതി, ആകാശങ്ങളെ വേറെ ആകാശങ്ങളാക്കി മാറ്റും. ആകാശങ്ങളെ വേറെ ആകാശങ്ങളാക്കി മാറ്റണില്ല. അതിന് മാറ്റേണ്ട ആവശ്യമില്ലേ. അത് അത്യുന്നതമായ ജ്ഞാനങ്ങളാണ്, അറിവുകളാണ്. അള്ളാഹു ബദിഉസ് സമാവാത്താണ്. പുതിയ പുതിയ ജ്ഞാനങ്ങൾ, അറിവുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഇബ്ദാഅാണ്, ഒക്കെ പുതുമയാണ്. ഇന്നലത്തെ അറിവല്ല ഇന്ന്. അള്ളാഹു ബദിഉസ് സമാവാത്താണെന്ന് വ്യക്തമാണ്. എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു ബദിഉസ് സമാവാത്താണ്. ഒക്കെ ഇബ്ദാഅാണ്, പുതിയ പുതിയ അറിവുകൾ, അത്യുന്നതമായ പുതിയ പുതിയ ജ്ഞാനങ്ങൾ, അറിവുകൾ. കഴിഞ്ഞ നൂറ്റാണ്ടിലെ അറിവാണോ ഇന്ന്? അല്ലല്ലോ. അള്ളാഹു ബദിഉസ് സമാവാത്തല്ലേ. ഇവർ പറയുന്ന സമാവാത്തല്ല, പുതുക്കി പണിയുന്നത് അതല്ല. അത് പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നില്ല. പക്ഷെ അത്യുന്നതമായ ജ്ഞാനങ്ങൾ, അറിവുകൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു. 50 വർഷത്തെ ജ്ഞാനാണോ ഇന്ന്? അല്ലല്ലോ. ആണോ? അല്ല. 100 വർഷം മുമ്പുള്ള സമാവാത്താണോ ഇന്ന് നമ്മുടെ? അല്ല. ഇന്നുള്ള നീ സമാവാത്തായിരിക്കോ ഇനി 50 കൊല്ലം കഴിഞ്ഞാൽ? അല്ല. ഞാൻ അന്ന് പറഞ്ഞ് തന്നെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒരാൾ വാശി, അവിടെ നിന്നോട്ടെ, പാവം സാധു അവിടെ നിന്നോട്ടെ, വേറെ കുഴപ്പമൊന്നുമില്ല.
ഞാൻ പാലക്കാട്ടേക്ക് നടന്നിട്ട് തന്നെ പോവുള്ളൂ. പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓന് 2 മാസം നടക്കാന്നുള്ളൂ. അപ്പൊ ബദിയുസ്സമാവാത്താണ്, പുതിയ പുതിയ ജ്ഞാനങ്ങൾ പുതുക്കി പണിയാണ് അല്ലാഹു. ആ ആയത്ത് മനസ്സിലാകാൻ എത്ര കാലം ഇരിക്കേണ്ടി വന്നു നിങ്ങൾക്കറിയാം. ബദിയുസ്സമാവാത്തി വല്ലാഹു, അല്ലാഹു മുബ്ദിഅാണ്, പുതുക്കി പണിയുന്നവനാണ് അല്ലാഹു എന്ന ആ അല്ലാഹുവിന്റെ ബദിയ് മനസ്സിലാക്കാൻ എത്ര കാലം എടുത്തു നിങ്ങൾക്കറിയും. കാരണം ഈ പൈതൃകമായ അറിവുകൾ മുഴുവൻ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഇതാണ് കഴിക്കാതെ ഇത് പടിയില്ല, ഇത് മനസ്സിലാവില്ല, പ്രയാസമാണ്. അപ്പോൾ അതാണ് കിതാബുൻ നുൻസില ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ഓരോ അറിവുകളും, ഓരോ കിതാബുകളും, ഓരോ അറിവുകളും നിന്നെ ളുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. ളുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് നിന്നെ നയിക്കാൻ ഉതകുന്നതാണ് എല്ലാം. അല്ലാതെ ആ പോസ്റ്റുകാരൻ പറഞ്ഞതുപോലെ യാദൃച്ഛികമായി സംഭവിച്ചതല്ല. യാദൃച്ഛികമായി മൂസയോടും യാദൃച്ഛികമായി ഇബ്രാഹിമിനോടും രണ്ടാളോടും ജബലിലേക്ക് നോക്കാൻ പറഞ്ഞത് യാദൃച്ഛികമായി പറഞ്ഞതല്ല. രണ്ടാളുടെ മുമ്പിലും ജബലുണ്ട്, അതൊന്ന് നീക്കണം. എന്നാലേ രണ്ടാൾക്കും ഇബ്രാഹിമിന് മരിച്ചവരെ എങ്ങനെ ജീവിപ്പിക്കാം എന്ന് ഇബ്രാഹിമിന് പടിയുള്ളൂ. അള്ളാഹുവിന് മനസ്സിലാവുള്ളൂ മൂസക്ക് ഈ ജബല് നീക്കണം. ഈ ജബല് നീക്കാപ്പോ നമ്മൾ എത്ര കാലം എടുക്കും? ഇങ്ങനൊന്ന് ആലോചിച്ചവർ. ഞാനൊക്കെ ആദ്യം ജബല് എന്ന് പറഞ്ഞാൽ ഖുർആനാണെന്ന് പറഞ്ഞു, അജ്ഞതയുടെ മലയാണെന്ന് പറഞ്ഞപ്പോ എത്ര ആൾക്കാർക്ക് ദഹിച്ചില്ല. അന്ന് മനസ്സിലായി ജബല് എന്ന് പറഞ്ഞാൽ മലന്നെ അല്ലേ എന്നാണ്. ഈ മലന്നെ അല്ലേ ജബല് എന്നാണ് അന്ന് എന്നോട് ചോദിച്ചത്. ഇന്നിപ്പോ ആളുകൾക്ക് മനസ്സിലായി, വ്യത്യാസം മനസ്സിലാകണം. ഒരു 5-6 വർഷം മുമ്പ് ജബൽ എന്ന് പറഞ്ഞാൽ മലയല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചൊക്കെ എണീറ്റ് പോകുന്നത്. പക്ഷെ ഭാഗ്യത്തിനാരും എണീറ്റ് പോയില്ല. ജബൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള അജ്ഞതയുടെ മലകളാകാം, ജ്ഞാനത്തിന്റെ മലകളാകാം. ഈജാബിയുണ്ട്, സലബിയുണ്ട്, രണ്ടുമുണ്ട്, നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ഇത് രണ്ടുമാകാം. ഈ 2 മലകളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതാണ് അള്ളാഹു പറയുന്നത്. അപ്പോ ഈ അറിവുകൾ, കിതാബുകൾ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് എന്തിനാണ്? അറിവുകളും. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ. ഒരു ബുക്ക് എഴുതുക എന്തിനാണ്? ഒരു കിതാബ് എഴുതുക എന്തിനാണ്? നമ്മൾ ആളുകൾക്ക് അറിയാത്ത വിവരം കൊടുക്കാൻ. അതാണ് കിതാബ്. അതാണ് കിതാബ്. ഒരു മനുഷ്യന് അറിയാത്ത ജ്ഞാനങ്ങൾ എന്തൊക്കെയുണ്ടോ അത് പഠിപ്പിക്കാനാണ് ഒരു കിതാബ് എഴുതുക. അതന്നെയാണ് അത് ഈ ആദമിലൊക്കെ ഇൽമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിലും അറിവുണ്ട്. അല്ലമാന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികൾക്ക് 10 കുട്ടികളെ ബെഞ്ച് ഇരുത്തി ബുക്ക് എടുത്ത് വായിക്കടാന്ന് പറയുന്ന ആ അല്ലമയല്ല. അല്ലമാന്ന് പറഞ്ഞാൽ റഹ്മാനു അല്ലമൽ ഖുർആൻ, അതാണ് അല്ലമ. എല്ലാ ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളിലും സർവ്വ മുഫ്രദാത്തുകളിലും, അതാണ് മുഫ്രദാത്തുൽ വുജൂദാണ് ആദം. ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും ഞാനും നിങ്ങളൊക്കെ, അതിലൊക്കെ ഇൽമുണ്ട്, അറിവുകളുണ്ട്. ഈ അറിവുകൾ, അതാണ് ആ അറിവ് പഠിപ്പിച്ചു എന്നാണ്. അതിലൊക്കെ അറിവുകളുണ്ട്. ഈ അറിവുകളെ ശേഖരിക്കലാണ്. ആ അറിവുകൾ എന്തൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ അതാണ് കിതാബ്. അതാണ് കിതാബ്. ആ അറിവുകൾ നമ്മളെ എന്ത് ചെയ്യും? ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. അതിനെന്നെയാണ് അള്ളാഹു സലാത്ത് ചെയ്യുന്നത്. അള്ളീം മലക്കുകളും സലാത്ത് ചെയ്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇന്നല്ലാഹു മലായികത്തുഹു ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികത്തുഹു ലിയുഖ്രിജക്കും മിനൽ ളുലുമാതി ഇലൻ നൂർ. അതാണ് സലാത്ത്. ഇനി സലാത്തിൽ ആർക്കാ സംശയം ഉണ്ടാകാന്ന് എനിക്കറിയില്ല. സലാത്ത് നിൽക്കാറല്ലാമല്ലേ? നിൽക്കലും ഇരിക്കലും എല്ലാം സലാത്ത്. നിരന്തരമായി അറിവിന്റെ പിന്തുടരലാണ്. അറിവുകൾ നിരന്തരമായി അള്ളാഹുവും മലക്കുകളും നമുക്ക് തന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ് മനുഷ്യ ഈ അറിവുകൾ നിനക്ക് തന്നുകൊണ്ടേയിരിക്കുന്നത്? അതാണ് ഹുവല്ലദീ യുസല്ലി അലൈക്കും. എന്തിനാണ് നിനക്ക് ഈ അറിവുകൾ തന്നുകൊണ്ടിരിക്കുന്നത്? ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂരി. അപ്പൊ നമ്മൾ ചെയ്യേണ്ട സലാത്തുൻ നൂർ, സലാത്തുൻ നൂർ. അതാണ് സലാത്തുൻ നൂർ.
അതാണ് സലാത്തുൽ ഫജ്ർ. ആ സലാത്തുൽ ഫജ്റിലേക്ക് വരലാണ്. ഇനി മിനൽ ദുലുമാത്തി ഇലൻ നൂരി ബിഇദ്നി റബ്ബിഹിം. ഇതിന് വേണം, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈസക്കും ഇതിന് വേണമെന്ന് പറഞ്ഞില്ലേ. ഈസക്ക് ഈ 3 ഗുണങ്ങളുണ്ടെങ്കിലും ബിഇദ്നി റബ്ബി എന്ന് പറയുന്നുണ്ട് അവിടെ. അള്ളാന്റെ ഇതിന് വേണം. ആ ഇതിനാണ് അള്ളാഹുവിന്റെ മദദ്, അള്ളാഹുവിന്റെ അറിവിന്റെ സഹായം. ആ അറിവിന്റെ സഹായമില്ലാതെ പിന്നെ സാധിക്കൂല. അതാണ് അള്ളാഹുവിന്റെ ഗുണമാണെങ്കിലും. അത് പറഞ്ഞപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു, ഈസയാണോ അള്ളാഹ്? ഈസ അള്ളയല്ല, അള്ള ഇതിനൊക്കെ അപ്പുറത്താണ്. അത് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. ഞാനപ്പം മിണ്ടിയില്ല. അപ്പൊ തെറ്റിദ്ധരിച്ചോന്ന് എനിക്കറിയില്ല. അദ്ദേഹം കേൾക്കുകയാണെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. ഈസ അള്ളയല്ല. ഞാനിത് പറയുമ്പോൾ ചിലർ വേഗം തിരിച്ചു ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ മിണ്ടാതായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തെറ്റിദ്ധരിച്ച് അത് അള്ളയാണെന്നൊക്കെ വിചാരിച്ചോന്നറിയില്ല. ഈസ അള്ളയല്ല. അള്ളാഹുവും റബ്ബും ഒക്കെ അതിൻ്റെ അപ്പുറത്താണ്. റബ്ബ് വ്യത്യാസമുണ്ട്, അള്ള വ്യത്യാസമുണ്ട്. അതൊക്കെ നമുക്ക് ഇനി പിന്നെ അത് ഒരു പടിയും കൂടി മുന്നോട്ട് പോയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ അവിടേക്ക് ഇപ്പോൾ പോകണ്ട. അള്ളാഹു എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ അപ്പുറത്താണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിപ്പ് രൂപഘടനയും അവൻ്റെ കയ്യിലാണ്. അത് ഇവർ പറയുന്നത് പോലെ ഒരു വ്യക്തിയല്ല, ഒരു ഇൻഡിവിജ്വൽ, ഒരു രൂപം നിൽക്കുന്ന ഒരു അള്ളാഹു, ഒരു കസേരയിൽ കുത്തിരിക്കുന്ന അള്ളാഹു അല്ല. അത് പിന്നെ എന്താണുള്ളത് പിന്നീട് നമുക്ക് ഖുർആൻ കൊണ്ട് തന്നെ ചർച്ച ചെയ്യാം, പേടിക്കണ്ട. ഈസ അല്ലല്ലോ കേട്ടോ. അള്ളാഹുവിന്റെ ചില ഗുണങ്ങൾ ഈസയിലുണ്ട് എന്നുള്ളൂ. 3 സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞു അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നവൻ, അള്ളാഹുവാണ് മുഹീൽ മൗത്ത. സൂറത്ത് അൽ ബഖറയിൽ പറഞ്ഞു കദാലിക യുഹിയില്ലാഹിൽ മൗത്ത ലഅല്ലക്കും താഖിലൂൻ. ഒരു നെഫ്സിനെ അടിച്ച് ജീവിപ്പിക്കാൻ പറഞ്ഞിട്ട് ശേഷം അള്ളാഹു പറയണം കദാലിക യുഹിയില്ലാഹുൽ മൗത്ത. അങ്ങനെയാണ് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുക. അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. ഇന്നല്ലാഹ യുഹീ വയുമീതു. ഇങ്ങനെ അള്ളാഹുവിന്റെ ഗുണമായി പറഞ്ഞ ആ ഒരു ഗുണം ഈസക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഈസ അള്ളാഹു അല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എൻ്റെ സഹോദരങ്ങൾ. അത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്, ഈസ അള്ളാഹു അല്ല. ഈസനെ വേണമെങ്കിൽ നമുക്ക് കരീബായിട്ട് എടുക്കാം. അത് പിന്നെ ഞാൻ പറയാം. ഈസ കരീബാണ്, പക്ഷെ അള്ളാഹു അല്ല. കരീബാണെന്ന് പറഞ്ഞാൽ ഏത് ഉത്തരങ്ങൾക്കും ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും. ഏത് ചോദ്യങ്ങൾക്കും ഈസ കരീബാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ല, ഒമിനൽ മുഖറബീന്ന് അള്ള പറഞ്ഞതാണ്. വറഫൈനാഹു ഇലയ്യ ഇന്നൽ ഇസ്തഫൈനാക വതഹറക അവിടെ പറഞ്ഞു ഒമിനൽ മുഖറബീൻ. ഈസ മുഖറബാണ് ഈസ, കരീബാണ് ഈസ, പക്ഷെ അള്ളയല്ല. അതുകൊണ്ട് നമ്മളിൽ എപ്പോൾ ഈസ ജനിക്കുന്നുവോ അപ്പോഴേ നമ്മൾക്ക് ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം നമ്മുടെ മനസ്സിൽ നിന്ന് കിട്ടൂ. അപ്പൊ കിട്ടും. കാരണം ഈസക്ക് 3 സന്ദർഭങ്ങളിൽ സംസാരിക്കാനുള്ള, ആളുകൾക്ക് അറിവ് പകർന്നു കൊടുക്കാനുള്ള കഴിവുണ്ട്. ഒന്ന് തംഹീദിലാവുമ്പോൾ, ആളുകളെ അറിവിൽ ഒരുക്കുമ്പോൾ, അതാണ് മഹദിലാവുമ്പോൾ. വയുമഹീദുക്കും തംഹീദ, ആളുകളെ ജ്ഞാനത്തിൽ ഒരുക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ അറിവിലും അവനെ തംഹീദാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കഴിയും. കഹിലൻ, അറിവിന്റെ ഉന്നതമായ സ്ഥാനത്തെത്തുമ്പോൾ അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാനും ഈസക്ക് സാധിക്കും. വമിന സാലിഹീൻ, സ്വാലിഹാവുമ്പോഴും പറയാൻ കഴിയും. സാലിഹി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബൈത്തിലുള്ളത് പറയാൻ കഴിയുക. തുനബ്ബിഉക്കും മാ തദ്ഖിറൂന ഫീ ബുയൂതിക്കും, നിങ്ങളുടെ ബൈത്തിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ അദ്ദേഹം നിങ്ങൾക്ക് അറിയിച്ചു പറഞ്ഞു തരും. നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ ഉള്ളിലുള്ള ജ്ഞാനം പറയാൻ കഴിയും. എന്താണ് നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന്. അത്രമാത്രം സൂക്ഷ്മമായ ജ്ഞാനങ്ങൾ നേടാൻ കഴിയുന്ന ആ തലത്തിലെത്തുമ്പോഴും ആളുകൾക്ക് അറിവ് കൊടുക്കാൻ കഴിയും. അത്തരമുള്ള ആളുകളോട് അത് കുറച്ച് അറിവിന്റെ ദർജ കൂടുതലുണ്ട്. കാരണം ഒരു ആപ്പിൾ വീണപ്പോഴത്തേനും മറ്റേ ആൾക്ക് കിട്ടിയില്ല അറിവ്. അതാണ് അറിവുകൾ
സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വിലയിരുത്തി അറിവ് പറയാനുള്ള അത്രയും സൂക്ഷ്മമായ സ്വാലിഹ്യങ്ങളുടെ പദവിയിലെത്തുന്ന അപ്പോഴും മൂപ്പര് ജനങ്ങളോട് യുക്കല്ലിമു സംസാരിക്കും. ഇത് 3 ദറജയാണ് അറിവിന്റെ. തംഹീദിലാവുമ്പോൾ, കഹ്ലിലാവുമ്പോൾ, സ്വാലിഹ്യങ്ങളിലാവുമ്പോൾ. സ്വാലിഹ്യങ്ങളാവുമ്പോൾ ഖുർആൻ പറഞ്ഞതാണ്, അദ്ദേഹം നിങ്ങൾക്ക് അറിയിച്ചു തരും. എന്തറിയിച്ചു തരും? മാ തദ്ദഖിറൂന ഫീ ബുയൂത്തിക്കും. അത് കുറച്ച് അറിവ്. അവർക്കൊക്കെ ഞമ്മക്ക് ഒരു നോഹിന്റെ അവിടേക്കൊക്കെ എത്താൻ പറ്റുമെന്നാ ആലോചിക്കണത്. അത് അറിവ്. അതാണ് ഞാൻ അറിവ് നേടിയേ പറ്റൂ. മടിയന്മാരായി അലസന്മാരായി ഇരിക്കാതെ അള്ളാഹുവിന്റെ നൂറിലേക്ക് പറക്കൂ പ്ലീസ്. ദയവ് ചെയ്ത് ആ ജ്ഞാനത്തിലേക്ക്, അറിവിലേക്ക് പറന്നുയരൂ. ഇങ്ങനത്തെ ഒരു ജനതയെ, ഇങ്ങനെ അലസന്മാരും മടിയന്മാരും യാതൊരു ജ്ഞാനവും അന്വേഷിക്കുകയും ചെയ്യാത്ത ഈ ജനതയ്ക്ക് എങ്ങനെ മോചനം കിട്ടാനാ? എങ്ങനെ ഐൻസ്റ്റീൻ ഉണ്ടാവും? എങ്ങനെ ന്യൂട്ടൻ ഉണ്ടാവും? ഇസ്ഹാക്ക് ന്യൂട്ടന് നമ്മൾ പേര് മാറ്റി പറയാനേ പറ്റുള്ളൂ. അത് മാപ്പിളാണ്, അല്ലാതെ പറ്റൂല. അത് നമ്മളാണ്. ഇസ്ഹാക്ക് ന്യൂട്ടനായിരുന്നു, അതുപോലെ ഐസക്ക് ആക്കിയതാണെന്നൊക്കെ പറഞ്ഞു. ഇതുണ്ടാക്കണം. ഇത് അറിവിലൂടെ പരതാനേ പറ്റുള്ളൂ. ഇത് നമ്മൾ പേര് മാറ്റിയിട്ട് കാര്യമല്ല. അയലോക്കക്കാരന്റെ കുട്ടിക്ക് നമ്മൾ പേരിട്ടിട്ട് കാര്യമല്ല. അതേതാണ് മക്കത്തെ എന്താണ് 2040 മക്കയുടെ രൂപം എന്താ? അത്ഭുതം കണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയലോക്കക്കാരന്റെ കുട്ടി ഉണ്ടായിട്ട് ഞാൻ കോളർ വിളിക്കിയിട്ട് കാര്യമല്ല. എന്ന പോലെ യൂറോപ്യന്റെ ടെക്നോളജിയാണത്, അമേരിക്കയുടെ ടെക്നോളജിയാണത്. അത് കണ്ടിട്ട് നമ്മൾ കോളർ വിളിക്കിയിട്ടെന്താ? 2040 മക്ക അങ്ങനെ മൂടണ പോലെ അതിന്റെ ടെക്നോളജിയുടെ വികാസവും അവിടെ പങ്കെടുക്കുന്ന ആളുകൾക്ക് തണലേകാനുള്ള ഉണ്ടാക്കണം അവന്റെ ചിന്തയാണ്, അവന്റെ ടെക്നോളജിയാണ്. അവനാണ് കോളർ വിൽക്കേണ്ടത്. എന്നിട്ട് ഈ മാപ്പിള സാധു താടിയും വെച്ചിട്ട് കോളർ വിളിക്കുക. നമ്മളെ മക്ക എന്താ 2040 ഇതുകൊണ്ട് കാര്യമില്ല. ഞാൻ അറിവിലൂടെ യാത്ര ചെയ്യണം. ഇതിന് തയ്യാറുണ്ട്. ഇതാണ് ഖുർആൻ. ഈ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള, കൈ പിടിച്ച് കൊണ്ടുവരാനുള്ള സംഗതിയാണ് ഈ മുസ്ലിയാഫട്ടില്. ഇത് പഠിക്കണം. ഇത്ര എന്ന് പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ആയത്ത് എന്നെ വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ പറയാനുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും സമയം ഉണ്ടാവും. അള്ളാഹു അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കണം.